السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى. قال الله عز وجل. شفيع الورى رسول الله. شفيع الورى رسول الله. يا خير من دفينت بالقاء أعظمه فطاب من طيبهن الكاه واللكم. نفسي فداه لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. مولاي ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ സലാത്ത് കമ്മിറ്റി എറണാകുളം ഇതിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട വൈ അഹമ്മദ് സാഹിബ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം ആശംസിച്ച ഏറെ ആദരണീയരായ നമ്മുടെ അൽമദ്രസത്തു ദീനിയ ഇതിൻ്റെ ആദരണീയരായ ഉസ്താദ് ബഹുമാനപ്പെട്ട അഭിമന്യ സുഹൃത്ത് മുഹമ്മദ് നിസാർ ഫൈസി, നമ്മുടെ ഈ മഹത്തായ ആത്മീയ സംഗമം, ഈ മതപ്രഭാഷണ പരിപാടി ഔപചാരികമായി ആധികാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യ സുഹൃത്ത് ജാമിയ മസ്ജിദ് എറണാകുളം ഇതിൻ്റെ പ്രഗത്ഭനായ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് എൻ.എം. മുഹമ്മദ് ഷബീർ ഫൈസി, നമ്മുടെ ഈ മഹത്തായ വേദിയിലെ ധന്യ സാന്നിധ്യം ബഹുമാനപ്പെട്ട ഹാജി ഇജ്ജബ ഫക്കീർ സാഹിബ്, മുഹമ്മദ് ഷരീഫ് ഫൈസി അൽ മാബരി, അബ്ദുറഹ്മാൻ സാഹിബ് കുറ്റിക്കാട്, അബൂബക്കർ സിദ്ദീഖ് ഫൈസി ഉസ്താദ്, ഷഫി സാഹിബ്, ആഷിർ ഫൈസി അൽ മാബരി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ, ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ.
ആമീൻ ചൊല്ലും. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടുന്നതിനേക്കാളേറെ ഭംഗിയായി നാളെ അവൻ്റെ സ്വർഗ്ഗലോകത്ത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വലിയ ശഫാഅത്തിൽ ഞങ്ങളെല്ലാവരെയും ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി, ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നാളേറെയായി കട്ടപ്പെട്ട, അധ്വാനിച്ച, ത്യാഗം ചെയ്ത, സഹായിച്ച, സഹകരിച്ച, നേതൃത്വം നൽകിയ എല്ലാവരെയും അള്ളാഹു രണ്ടു ലോകത്തും സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ഇരിക്കുന്ന നമുക്ക്, നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ദ്വാരക്കണേ എന്ന് വസിയത്ത് പറഞ്ഞിട്ടുള്ളവർ, തിരിച്ചങ്ങോട്ട് വസിയത്ത് പറയപ്പെട്ടവർ, എല്ലാവർക്കും അള്ളാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവസാനം മരണം ഖൈറായി വരുമ്പോൾ കാമില ഈമാനോടുകൂടി അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. നമ്മളിലും വേണ്ടപ്പെട്ടവരിലും ഈ പറയപ്പെട്ടവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കരുണക്കടലായ റബ്ബ് മരുന്നില്ലാതെ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കച്ചവടം, ജോലി, ബിസിനസ്സുകളിൽ, നമ്മുടെ ഭാര്യ മക്കളിൽ, നമ്മുടെ വീട് പറമ്പുകളിൽ, നമ്മുടെ താലീമിലും വഅദ് നസീഹത്തുകളിലൊക്കെയും അള്ളാഹു ഏറിയ ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾക്ക് അള്ളാഹു ഒരുപാട് കാലം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കടങ്ങളുണ്ട്, കൊടുക്കാനുള്ളവരുണ്ട്, കിട്ടാനുള്ള കടം ഉള്ളവരുണ്ട്. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ കടങ്ങൾക്കും, അത് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കാനും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടാനും അള്ളാഹു തആല ഹലാലായ വഴിയും മനസ്സും മാർഗവും എളുപ്പത്തിൽ അല്ലാഹു തുറന്നു തരട്ടെ. ബഹുമാനികളെ, അൽ മദ്രസത്തു ദീനിയ എറമാളുപട അൽ മദീന യങ് മെൻസ് അസോസിയേഷൻ ഇതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊണ്ടാടപ്പെടുന്ന മഹത്തായ സലാത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു റബിയ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രഭാഷണ സദസ്സിലാണ് നമ്മളെല്ലാം. അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി കട്ടപ്പെട്ടവർക്ക്, അധ്വാനിച്ചവർക്ക്, സഹായിച്ചവർക്ക്, നേതൃത്വം കൊടുത്തവർക്ക്, പ്രത്യേകിച്ച് ഇതിന് വേണ്ട സലഹമായിത്യ ഉപദേശങ്ങളൊക്കെയും കൊടുത്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫ് ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ പേരെന്ത് മുഹമ്മദ് നിസാർ ഫൈസി ഉസ്താദ്, എൻ്റെ അഭിമന്യ സുഹൃത്താണ്. ഈ പരിപാടിയിലേക്ക് വളരെയേറെ സ്നേഹപുരസ്സരം ക്ഷണിച്ച ഉന്നതരായ നിസാർ ഫൈസി ഉസ്താദ്, അവർക്കൊക്കെയും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു ഏറ്റുകൊടുക്കട്ടെ. റോഡ് സൈഡിൻ്റെ പരിപാടി ആകുമ്പോൾ ശബ്ദത്തിൻ്റെയും സൗണ്ടിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഓൾറെഡി ഉണ്ട്. സാരമില്ല. ഇനി ആ സൗണ്ടിൻ്റെ ഇടയിൽ ഇരിക്കുന്ന നിങ്ങളെ ഭാഗത്ത് നിന്ന് ഒരു സൗണ്ട് വരാൻ കഴിയാം. ഓൾറെഡി ഒരു സൗണ്ട് ഉണ്ടോ, തെല്ല് ഡിസ്റ്റർബ് തൊന്തര ആവിടും. ഇവരെ ഭാഷ ഏതാ? നിങ്ങളെ ഭാഷ ഏത്? ഇന്ത്യ? നിങ്ങളെ ബാരി ഭാഷ ഞങ്ങൾക്ക് വരുന്നില്ല, വലിയ നന്നായി വരുന്നില്ല. ഞാൻ അങ്ങല്ലേ, ഞാൻ കേരളമാണ്. എന്നെ ശ്രദ്ധിക്കുക. സ്വർഗത്തിന്റെ തോപ്പലിരുന്നിട്ട് ഇനി ബാക്കി സുഖവിവരം, പേഴ്സണൽ വിഷയമെല്ലാം നാളെ. ഇപ്പൊ ഇവിടെ നിങ്ങളെല്ലാം നല്ല ആദബില്, അച്ചടക്കത്തില്, റാഹത്തിൽ ഇരിക്കണം. കാരണം ഇത് കേവലം ഒരു ഡേ നൈറ്റ് ഫെഡ്ലൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല. ഇതൊരു സിമ്പിളായി കാണേണ്ട ഒരു പരിപാടിയല്ല. നല്ല ഗൗരവ ആദരത്തോടുകൂടി, നല്ല ബഹുമാനത്തോടുകൂടി ഇരുന്ന് കേൾക്കേണ്ട ഒരു പരിപാടിയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ വന്നിട്ട് ജയിച്ചതായത് കൊണ്ടുമല്ല, മറിച്ച് ഇതൊരു ഇൽമിന്റെ മജ്ലിസാണ്. ഇത് ഏറ്റവും വലിയൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ട മജ്ലിസാണ്. ഇത് അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ട മജ്ലിസാണ്. എല്ലാത്തിനേക്കാളുപരി മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മജ്ലിസാണ്. അപ്പൊ അതിനോട് നമുക്ക് വലിയ ആദരവും ബഹുമാനവും വേണം. അപ്പൊ അതിൻ്റെ ഇടയിൽ എണീക്കുന്ന വായിന്ന്, അതിൻ്റെ ഇടയിൽ വിഷയമുണ്ടെന്ന്, ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് അമലല്ല, അദബാണ്. അമല് അതതിന്റെ കർമ്മം പോലെ ഫറലാക്കപ്പെട്ടതും സുന്നത്താക്കപ്പെട്ടതും മതി. അതിന്റെ അപ്പുറം വേണമെന്നൊന്നുമില്ല. നിർബന്ധമായത് ഏതായാലും വേണം, സുന്നത്തും വേണം. നല്ലോണം വേണ്ടത് അദബാണ്, മര്യാദ, കൾച്ചർ, സംസ്കാരം. അതില്ലേ പോയി ഈ ബഹുമാനോ, അദബ്, ബഹുമാനോ, മര്യാദ ഇതില്ലേ,
പിന്നെ ഞങ്ങൾ എത്ര ഹജ്ജ് ചെയ്തിട്ടും ഗുണമില്ല, എത്ര നിസ്കരിച്ചിട്ടും ഗുണമില്ല, എത്ര ഇബാദത്ത് എടുത്തിട്ടും ഗുണമില്ല, എത്ര സലാത്ത് ചൊന്നിട്ടും ഗുണമില്ല. 14,000 ആണ്ട് അള്ളാന്റെ സ്വർഗലോകത്ത് അള്ളാഹ്ക്ക് സുജൂദിട്ട ആളായിട്ടിക്കട് അസാസീൽ. പിടിയാവരല്ലേ നിങ്ങൾക്ക്? മാഷാ അല്ലാഹ്, ഞങ്ങളെ വിക്കായത്തിന്റെ പുള്ളന്മാരല്ല, ഞങ്ങളെ വോളണ്ടിയർമാർ, ഞങ്ങളെ നാട്ടിന്റെ ബാല്യക്കാർ ഈ പരിപാടിക്ക് വേണ്ടി വോളണ്ടിയർമാരായിട്ടൊക്കെ സേവനം ചെയ്യുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഞാൻ ചൊന്നോ ഞാൻ കേട്ടത് നിങ്ങൾക്ക് ജവാബ് ചൊല്ലണം. ഇത് ബായി വളർന്നിട്ട് കേൾക്കും, ഇത് പാട്ടന്തും അല്ല, ഇത് ഇൽമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളെ കൽബിലേക്ക് തറക്കണോ, നിങ്ങളെ കാതിൽ കേൾക്കണോ, നിങ്ങളെ ജീവിതത്തിൽ വേണോ, നാളെ വേറെ അങ്ങക്ക് ചൊന്നു കൊടുക്കുകയും വേണം. അപ്പൊ നാ കേട്ടതൊക്കെ നിങ്ങൾ റീപ്ലേ തരണേ. നിങ്ങൾ ബായ് വളർന്നിട്ട് നിങ്ങളെ കേൾക്കണേ, ഇത് കഥാപ്രസംഗം അല്ല. ഞാൻ എന്ത് ഇത്ര നേരം ചൊന്നോ? ആ ബന്ധങ്ങളെല്ലാം ഇപ്പറ കടത്തോറോ, നിങ്ങളുടെ വിഷയമൊക്കെ നിൽക്കണ്ട, നിങ്ങൾക്ക് ദൂരം നിൽക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈല് വലിയ പിടിച്ചോളണമെന്നില്ല, അതിലെന്നൊക്കെ ബേജാറും ഇല്ല, അതിലെന്നൊക്കെ ബേജാറും ഇല്ല. പിന്നെ ഉള്ളത് ചൊന്നെങ്കിൽ ഉമ്മക്കെ പിടിക്കല്ലേ, പിന്നല്ലേ നിങ്ങൾക്ക് എന്തുമ്മ എന്തായി? കുറെ നേരം പ്രസംഗിക്കുമല്ലോ, ഒരു 10:30 10:45 തീരണോ, 10 മണിയാകുമ്പോ തീരണോ? ഞങ്ങൾ ആ പെർമിഷന്, ആ ലീഗലായിട്ടുള്ള എല്ലാ ഓപ്ഷന് ഞങ്ങൾ മുന്നേ ഫോളോ ആക്കണം. അതിലെന്തോ അപ്പുറപ്പുറാക്കോ തീര. അവ പെർമിഷന്റെ ഉള്ളിലേ ഞങ്ങൾ പോണം. ഇനി എല്ലാം അപ്പുറപ്പുറ ആയിന്ന് കണ്ടെങ്ങനെ കുറെ അപ്പുറപ്പുറാവുന്നില്ല, തെല്ലെല്ലാം അപ്പുറപ്പുറാവും സാധാരണ, എല്ലാം ടൈം ടു ടൈം ആവല്ല, എന്നെങ്കിലും കുറെ ലേട്ടാക്കുമല്ല. അപ്പൊ ഈ പരിമിതമായ കുറച്ച് സമയത്തിന്റെ ഉള്ളില് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ഇൽമ നമുക്ക് പഠിക്കണം, നമുക്ക് പറയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. കുറെ ഇബാദത്ത് വേണ്ട, ഇബാദത്ത് 5 നേരം നിസ്കാരം ഖളാ ആക്കാതെ അതിന്റെ സമയത്തിന്റെ തുടക്കത്തിലേ നിർവഹിക്കണം. അത് 5 നേരമാണ്, അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് നിർബന്ധമായ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ചെയ്യണം. 5 നേരം നിസ്കാരം ഫർളാണ് അല്ലേ? ഒരു മുസ്ലിമായ ആണ് പെണ്ണിന്റെ മേലെ നോമ്പ് അങ്ങനമേ കൊല്ലത്തിൽ ഒരു തിങ്ക ഡെയിലി ഇല്ല, 6 മാസത്തെ ഒരിക്കല്ല, ആണ്ടക്ക് ഒരു തിങ്ക മാത്രം നോമ്പ് ഫർള്. ഹജ്ജും സക്കാത്തും അത് കയ്യിലെ കാശും പൈസ ഉള്ളങ്ങൾക്ക് മാത്രം, എല്ലാവർക്കും ഇല്ല. ഇതാണ് ഫർളായ കാര്യ. പിന്നെ നാവും കണ്ണും കാതും കൽബും എല്ലാം കൺട്രോൾ ആക്കണോ. പിന്നെ കുറച്ച് സുന്നത്തായ കർമ്മങ്ങൾ അമല് ചെയ്യണോ, ഇത് മയ്യാവും. പക്ഷെ ഏറമാണ് ഇതെന്ത്രവും തുണ്ട. നല്ലോണം അതബ് വേണോ, നല്ലോണം ബഹുമാനം വേണോ, നല്ലോണം മര്യാദ വേണോ, നല്ലോണം ആദരവ് വേണോ. ആരോട്? എന്തിനോട്? ഉമ്മയോട്, ബാപ്പയോട്, പള്ളികളോട്, മദ്രസകളോട്, ആലിമീങ്ങളോട്, ഹിരിയന്മാരോട്, നാട്ടിന്റെ നേതാക്കളോട്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ദീനിന്റെ ഷിയാറുകളോട്, അടയാളങ്ങളോട്, ദീനിന്റെ കാര്യങ്ങളോട് വലിയ അദബ് വേണം, ബഹുമാനം വേണം. അതിനൊരു നെഗ്ലക്റ്റ് ആയിട്ട് കാണുകതീറ, അതിനൊരു സിമ്പിളായിട്ട് കാണുകതീറ, അതൊരു മാമൂലായിട്ട് കാണുകതീറ, അതൊരു നോർമൽ ആചാരായിട്ട് കാണുകതീറ. ഇതല്ലാന്റെ അടുക്കൽ ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം, നിങ്ങൾ ഇരുന്ന ഈ ഇരുത്തമുണ്ടല്ലോ, എന്റെ ഉമ്മമാരെ കേൾക്കണോ, പെങ്ങളെ കേൾക്കണോ, നിങ്ങൾ ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം അള്ളാന്റെ അടുക്കൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. അപ്പൊ ഇത് എത്ര വലിയ കാര്യം നോക്കൂല. ഇത് പൈസാക്കണ പരിപാടിയല്ല. പൈസ വേണോ? പൈസ എല്ലാത്തും വേണ്ടേ? പൈസ ഇല്ലാണ്ടാവും എന്തോ. ചില ആൾമാർ ചൊന്നുകൊണ്ടുള്ള അറിയും, പുതിയ ആൾക്കാർ, നിങ്ങൾ മോല് തോന്നുന്നത് പൈസക്കല്ലേ, നിങ്ങൾ അങ്ങനാക്കുന്നത് പൈസക്കല്ലേ, നിങ്ങൾ നേർച്ച റാത്തി പോയത് പൈസക്കല്ലേ, പിന്നെ നിന്റെ പള്ളിക്കുന്ന മണ്ണ് കെട്ടണമാ. പൈസ എല്ലാവർക്കും വേണ്ടേ? പൈസ വേണോ? പക്ഷെ ഞങ്ങളെ ഉദ്ദേശമേ പൈസ എങ്ങെന്താവും? ഞങ്ങളെ ഉദ്ദേശം അല്ലാഹു ആണെങ്കിൽ, ഞങ്ങളെ നിയ്യത്ത് അല്ലാഹു ആണെങ്കിൽ, ഞങ്ങളെ പ്രവർത്തനം അല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ,
അവിടെ പൈസന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും അള്ളാന്റെ സഹായം ഉണ്ടാകുന്നതാണ്, സംശയമില്ല. 14,000 ആണ്ട് ചെന്നങ്ങ് പോയി 4,000 ആണ്ട് അതിനാൾക്ക് വർഷക്കിൻ തൊള്ളോയച്ച അള്ളാന്റെ സ്വർഗലോകത്ത് നല്ലോണം ഇബാദത്തെടുത്ത സുജൂദെടുത്ത ആളാണ് അസാസിൽ. ആരാണ് ഈ അസാസിൽ? അസ്രായിലിന്റെ ഉസ്താദ്, മീകായിലിന്റെ ഉസ്താദ്, ജിബ്രീലിന്റെ ഉസ്താദ്, കോടാനക്കോടി മലായിക്കത്തീങ്ങളെ ഉസ്താദായിട്ട് അവിടെ ഇന്നാള്. സ്വർഗലോകത്ത് പോയി 4,000 ആണ്ട് അള്ളാഹ്ക്ക് സുജൂദിട്ട ആള്. പക്ഷേ അള്ളാഹു താല അവൻ എന്താക്കി കൊണ്ടുണ്ട? ഇബ്ലീസ് എന്ന പേര് വെച്ചിട്ട് കാലാകാലം അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അവന് സ്വർഗമല്ല ഹറാമാക്കി. അവന്റെ മേലല്ല ലഅനത്തിട്ടോ. കാരണം എന്തുകൊണ്ടുണ്ട? അവന്റെ ഇബാദത്ത് കുറഞ്ഞതല്ല, അവന്റെ സുജൂദിന്റെ ഷർത്ത് ഫർള് മിസ്സായതല്ല. പിന്നെയാ ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട, റെസ്പെക്ട് കൊടുക്കപ്പെടേണ്ട ആദമാകുന്ന ആലിമിനെ ബഹുമാനിച്ചില്ല. ഇൽമിന്റെ ഹിലകാരെ ബഹുമാനിക്കണ, ഇൽമിന്റെ മജ്ലിസിനെ ബഹുമാനിക്കണ, ഇൽമിന്റെ ഇടങ്ങളെ ബഹുമാനിക്കണ, ഇൽമ പറയുന്നവരെ ബഹുമാനിക്കണ. ഈ ഇൽമിന്റെ മജ്ലിസ് ഇത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹ് അല്ലേ? ഇത് സ്വർഗത്തിന്റെ തോപ്പല്ലേ? അല്ലേ? ഇത്ര ഡിസ്റ്റൻസിൽ തെല്ല് സൗണ്ട് കൂട്ടുവാറ. ജസ്റ്റ് മാഷാ അല്ലാഹ്, നല്ല സൗണ്ട്, നല്ല ഓപ്പറേറ്റർ. അല്ലാഹു തആല അവർക്കൊക്കെ ആരോഗ്യവും ആയുസ്സും ഏറ്റി കൊടുക്കട്ടെ. അവിടൊക്കെ കൂട്ടണ്ട, ഓഡിയൻസിന് വേണ്ട. നല്ല കറക്റ്റ് ഉണ്ട് മാഷാ അല്ലാഹ്. ഞങ്ങൾ എപ്പോഴും ചൊന്നിട്ട് ഞങ്ങൾക്ക് സൗണ്ട് പോയി അതിന്റെ കങ്ങളെ പറഞ്ഞങ്ങാവാ. കളിക്കോ ജാഗ നേരില്ലെങ്കിൽ അതൊക്കെ പിന്നെ നക്ക് കളിക്കോ പണ്ടില്ലെങ്കിൽ ജാള് നേരില്ല ചൊന്നങ്ങാവാ. നക്ക് കളിക്കോ പണ്ടില്ലേ പിന്നെ ജാള് നേരില്ല ചൊന്നിട്ട് ജാള് നേരം ഉണ്ടെങ്കിൽ നിനക്ക് കളിക്കോ പണ്ടില്ലല്ലോ. പിന്നെ ജാള് നേരില്ല ചൊല്ലിട്ട് കളിക്കാ വേണ്ട, നക്ക് പണ്ടേ ഇല്ല ചൊല്ലു. ആരാറ് ദൂരോ തീരാ നമ്മളെ മേ ദൂരം എങ്ങായിട്ട് അവോ 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 അവളോ അവളോ അയാള് അവരോ നിങ്ങളെ കാട്ടുമ്പോ ഇവരും ചൊന്നിട്ട് കീഴില് 3 പേരിൽ നിന്റെ കാട്ടിക്കൊണ്ടുണ്ട്. അത് ഓർമ്മ വേണം എപ്പോഴും. നീ അവരോ അവരോ അയാള് ഇവരും ചെട്ടിക്കണാക്കുമ്പോ അപ്പുറം ഒരാൾക്ക് നീ കാട്ടുമ്പോത്തകോ മേലെ ഒരാൾ നിന്റെ നോക്കിക്കൊണ്ടുള്ള 3 പേരിൽ നിന്റെ മേ കാട്ടിക്കൊണ്ടുണ്ട്. വോളണ്ടിയർമാരുടെ വിഷയത്തിലുള്ള ആരാണ് കിട്ടിയ കോട്ടി ചാൻസ് ചെന്നിട്ട് വിഷയാക്കണം, ആവശ്യത്തിലാക്കണം. തെല്ലാം എല്ലാ കുറവും അത്രമേ, അല്ലാണ്ട് മുണ്ടാണ്ട് തയ്ച്ചങ്ങാവും മനുഷ്യന്മാർ. പിന്നെ നക്ക് തെല്ല് വസ്വാസം യാറ ഈ വയലൂരോടെ സ്റ്റേജിൽ നിന്നെങ്കിൽ നക്ക് നിങ്ങൾ മുണ്ടുമ്പത്തുക നക്കെന്തോ ഒരു തോന്നൽ എങ്ങനെ വന്നിട്ടുണ്ടാ? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേന്ന്, നിങ്ങൾക്ക് ഭാഷ പിടിയായിട്ടില്ലേ? നന്റെ ഭാഷ ഇതോ അല്ലയോ അല്ല, നക്ക് നേരെ ബണ്ടും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ എന്താ കൺഫ്യൂഷൻ ആയ നക്കൊരു തോന്നൽ അങ്ങനെന്തും ഇല്ല. മാഷാ അല്ലാഹ്, അങ്ങനത്തെ ഒരു തോന്നൽ. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ഞങ്ങൾക്ക് അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിക്ക് വേണമായിട്ട് നല്ലോണം കഷ്ടപ്പെട്ടുകൊള്ളാറ്. ഇനി വലിയ ചെലവുണ്ടോ? നല്ലോണം ഇതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട്, പൈസന്റെ വിഷയത്തിലായിട്ട്, തടിന്റെ വിഷയത്തിലായിട്ട് ഈ പരിപാടിയുടെ കൺട്രോൾ ഏറ്റെടുത്തിട്ട്, ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട്, വേണ്ട സലഹമായിട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ട്, എല്ലാ ഡയറക്ഷനും കൊടുത്തിട്ട്, എല്ലാ നിലക്കും ഇതിന് സഹായിച്ചവരുണ്ട്. അള്ളാഹു അവരെല്ലാവരെയും 2 ലോകത്തും സഹായിക്കട്ടെ. അപ്പൊ ഇബ്ലീസിനെ അല്ലാഹു പുറത്തിട്ടെന്ത് അതബില്ലാണ്ടായി, ബഹുമാനം ഇല്ലാണ്ട് പോയി. അവന്റെ 14,000 ആണ്ടത്തെ സുജൂദും പുസ്ക കൊറേ ഇങ്ങനെ താതക്കും ഇതൊക്കെ നെറ്റിൽ ഇത്ര വില വണ്ണത്തിന്റെ കരിങ്കല്ല് പോലത്തെ കലന്താക്കിട്ട് ഗുണമില്ല. അപ്പമ്മരോട്ട് ബഹുമാനം വേണോ, വലിയങ്ങളോട്ട് റെസ്പെക്ട് വേണോ, ಹಿರಿಯಮ್ಮರೋട് ಗೌರವ ಆದರವು ಬೇಡ. വയസ്സന്മാരെ കാണുമ്പോ നീ തെല്ല ബാക്കടിക്കണ. പള്ളിയോടെ വന്നിട്ട് നീ കൂറ്റികൗജാക്കൊതീറ. മദ്രസറോടെ വന്നിട്ട് നീ വേണ്ടാത്തത് ചൊല്ലതീറ. ഇൽമിന്റെ മജ്ലിസിൽ വന്നിട്ട് എണീക്കുമ്പോ പിന്നെ തോന്നുമ്പോ പറയുമ്പോ നീ എണീക്കുകയും പോവുകയും തീറ. ആലിമീങ്ങളോട് നല്ല ആദരവ് വേണം. അവരെ തമാശയാക്കൊതീറ, അവഹേളനാക്കൊതീറ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അൻതഹ്ബത്തല്ലാഹു അമലക്കും. വിശുദ്ധ ഖുർആനല്ലേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്താ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറയുകയാണ് സഹാബികളോട്, നബി തങ്ങളെ ഹളറത്തിലുള്ള മുഅ്മിനീങ്ങളാകുന്ന നല്ലവരായ സഹാബികളെ വിളിച്ചിട്ട്
അല്ലാഹു തആല ചൊന്നന്ത്രകുന്തുണ്ട ലാ തർഫഉ അസ്വാതകും നിങ്ങളെ സൗണ്ട് നിങ്ങൾ നബി തങ്ങളെക്കാളും വെച്ചു സൗണ്ട് എടുക്കുതീറ മുണ്ടും പാട്ട് വിളിക്കും പാട്ട് എങ്ങനാട്ട് ഏത് ടൈമിൽ വേണമെങ്ങാവട്ടെ നബി തങ്ങളെക്കാളും വെച്ചു നിങ്ങൾ സൗണ്ട് എടുക്കുതീറ മാത്രമല്ല നിങ്ങൾ അപ്പുറപ്പുറ ബാള പോള ബാറ പോറാന്ന് വിളിക്കുമ്പോൾ നബി തങ്ങളെ വിളിക്കുക തീറാ അങ്ങനെങ്ങാനും നിങ്ങൾ നബി തങ്ങളെ എതിർല് സൗണ്ട് എടുത്തിട്ടുമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറപ്പുറ വിളിക്കുമ്പോൾ ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് വിളിച്ചെങ്കിൽ നിങ്ങളെ എല്ലാ അമലുകളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ് നിങ്ങളെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നിഷ്ഫലമാക്കി കളയുന്നതാണ് നിങ്ങളെ നിസ്കാരവും ഓത്തും ബൈത്തും എല്ലാം അല്ലാഹു തആല തള്ളിക്കളയുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. നല്ലോണം ബഹുമാനം വേണം, നല്ലോണം ആദരവ് വേണം, എല്ലാ കാര്യത്തിലും വേണം. പ്രത്യേകിച്ച് റസൂലുള്ളാന്റെ പരിപാടിയാണ്. ആരാണ് റസൂലുള്ളാഹ്? ലോകത്തിന്റെ നേതാവല്ല, കാരുണ്യക്കടലല്ല, മനുഷ്യത്തെ എന്ത് പിന്നെ മാനവീയത്തെ എന്ത് എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ മുമ്പിലെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരേ ഒരാൾ മുസ്തഫായ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞെന്താ? നബിയെ നിങ്ങളെ ഞങ്ങളെ ബഷീറായിട്ട് നദീറായിട്ട് വസിറാജം മുനീറാ ലോകത്തിലെ നല്ല വഴി കാണിച്ചു കൊടുക്കുന്ന വെളിച്ചമായിട്ട് ദീപമായിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചു നബിയേ. മാത്രമല്ല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ നിങ്ങൾ ലോകത്തിന് കാരുണ്യമാനവേ, നിങ്ങൾ ലോകത്തിന് എല്ലാം കൊണ്ടും കാരുണ്യക്കടലാനവേ. നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്തെ ഞാൻ പഠിച്ചത്. നിങ്ങൾക്ക് ഞാൻ മരണം ഫർളാക്കിയത് കൊണ്ട് മാത്രമാണ് ലോകത്തുള്ള എല്ലാവരും മരിക്കുന്നത്. ഒരു വേള നിങ്ങൾക്ക് ഞാൻ മരണം തന്നിട്ടില്ലായിരുന്നെങ്കിൽ അഫഹിമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നിങ്ങളെ മരിപ്പിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവരെ ബാക്കിയാക്കുകയാണ്. നിങ്ങളെ ഞാൻ ടൈം ആകുമ്പോഴത്തേക്കും മൗത്താക്കിയിട്ട് ബാക്കിയുള്ളങ്ങളെ ഞാനിവിടെ ബാക്കി വെക്കുമോ? ഇല്ല ഇല്ല നബിയേ. നിങ്ങളില്ലെങ്കിൽ ലോകമില്ല നബിയേ, നിങ്ങളില്ലെങ്കിൽ സ്വർഗമില്ല നബിയേ. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നിങ്ങളെ ഞാൻ പഠിച്ചിട്ടില്ലായെങ്കിൽ, നിങ്ങളെ ഞാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടില്ലായെങ്കിൽ ഈ ലോകം തന്നെ ഈ കാണുന്ന ഗോളങ്ങളോ ഈ പ്രപഞ്ചമോ ഞാൻ പടക്കില്ലായിരുന്നു നബിയേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അതേ ആശയം വരുന്ന ഒരുപാട് ആയത്ത് പറയുന്നുണ്ട്. ഇത് ഹദീസാണെങ്കിൽ അത് ആശയം വരുന്ന ഒരുപാട് ആയത്തുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങളെ ലോകം അംഗീകരിച്ചോ, ലോകം ആദരിച്ചോ. എല്ലാവരും നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞവരുടെ കൂട്ടത്തിൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളുണ്ട്, അചേതന വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. വൽവഹ്ശോ വല്ലശ്ജാറോ قصجدت له وعليه قد سلمنا بعد تشهد والوحش والشجار കല്ലുകള് മരങ്ങള് മറ്റു പറവകള് പക്ഷികള് മൃഗങ്ങള് എല്ലാ വസ്തുക്കളും നബിയേ നിങ്ങളെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു നബിയേ, തലകുണിച്ചു നബിയേ. വഅലൈഹി ഖസ്സല്ലംനാ ബഅദ തശഹൂദി ചൊല്ല മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു ഈ സ്വർഗത്തിന്റെ തോപ്പിൽ ഒരുമിച്ച് കൂടിയതിനേക്കാളേറെ ചന്തത്തില് ഞങ്ങളെല്ലാവരെയും നാളെ അല്ലാഹു ഹിസാബില്ലാതെ അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ.
ഈ സ്വർഗത്തിന്റെ തോപ്പിൽ ഒരുമിച്ച് കൂടിയതിനേക്കാൾ ഏറെ റാഹത്തിൽ അള്ളാഹു ഞങ്ങളവിടെ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് നിങ്ങളെ ഇടതും വലുതെല്ലാം മലായിക്കത്തീങ്ങളുണ്ടോ, നിങ്ങൾക്ക് വേണായിട്ട് ആമിയാക്കുക അങ്ങ് വന്നുറോ, അല്ലാണ്ട് വയല് കേട്ടിട്ട് നന്നാവുക വേണായിട്ടെന്തോ അല്ല. മലായിക്കത്തീകൻ ചെന്ന് ഓൾറെഡി ഞങ്ങളെ കാട്ടുന്നല്ല അങ്ങ് അല്ലേ. അപ്പൊ ഈ മജ്ലിസിൽ ഇരിക്കുമ്പോഴത്തേക്കോ നിങ്ങൊരു വിഷയാക്കോ, നിങ്ങ ഈ റായത്തങ്ങ ഊടുത്ത ആൽമാർ, ഊടുത്ത വയസ്സന്മാർ, ഊടുത്ത ബാല്യക്കാർ, ഊടുത്ത മക്ക ഒരു വേള ഞങ്ങൾ ഈ ഫംഗ്ഷനക്ക് വേണായിട്ട്, ഈ വയൽ പരിപാടിക്ക് വേണായിട്ട് അപ്പുറത്തെ ആസുവാസിലുള്ള റായത്തങ്ങല്ല ബറുവാർ. അപ്പൊ അങ്ങ് വന്നെങ്കിൽ അങ്ങ് ഞങ്ങളെ അതിഥികളാണ്, ഞങ്ങളെ ഗസ്റ്റുമാരാ. ഗസ്റ്റിനെ അതിഥിയെ ആദരിക്കണം. അത് ഈമാനല്ലേ. നിങ്ങത്തല്ല തലല്ലാട്ടറാവല്ലേ, വിഷയാക്കണ്ടെന്ന് മാത്രം തലല്ലാട്ടറു. നിങ്ങൾ ഈ പൂത്ത് വെച്ച ഇരുമ്പ് പോലെ അങ്ങാവല്ലേ. ഔത്തുകു ഒരു ഗസ്റ്റ് വന്നെങ്കിൽ നിക്കിപ്പം പറഞ്ഞു നേരെ കിട്ടിയെന്നല്ല കേൾക്കണയോ. ഫസ്റ്റാ വാ മാഷാഅല്ലാ, ഇതേ കുടിക്കോ ചായാവാ പാളാവാ അങ്ങനമേ കേൾക്കണോ. അല്ലാണ്ട് പോടത്തോളാ എന്തെങ്കിലും എടുക്കട്ടാന്ന് മൂക്കുമ്പോ സൊണ്ടുള്ളവൻ ചൊല്ലും വേണ്ടബ്ബാ വേണ്ടാന്ന്. അങ്ങനെ കേൾക്കുക തീരാ എടുക്കട്ടാന്ന്. നീ ഒരിക്കൽ എടുക്കോറില്ല എന്നാ ചൊല്ലുവാ, അങ്ങനെ ചൊല്ലുവാണ്. നാണ് ചായ റെഡിയുണ്ടോ, ചപ്പമ്മ മധുരമ്മ അങ്ങനെ കേൾക്കും. ഇത് ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് 3/4 മണിക്കൂർ മുണ്ടി ലാസ്റ്റ് 50 മിനിറ്റ് ആകുമ്പോൾ പോണ്ട. അപ്പൊ ഇളിയുമ്പോഴത്തേക്ക് കുടിക്കാൻ എന്താ എടുക്കട്ട ആയില്ല ഒരിക്കൽ എടുക്കോറില്ല എന്നാ ചൊല്ലുവാ, അങ്ങനെ കേൾക്കൂ തീര. ആര് അതിഥിങ്ങ കസ്റ്റമർ ആർന്ന് വിചാരിച്ചറിഞ്ഞ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ലൈഫഹു. നിങ്ങൾ ഈമാനുള്ള മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ച മുസ്ലിമീങ്ങളാണെങ്കിൽ ഫല്യുക്രിം ലൈഫഹു, അടുത്ത് പണ്ട കഷ്ടമാരെ അതിഥിമാരെ നിങ്ങൾ ബഹുമാനിക്കണോ, ആദരിക്കണോ. ജാതി നോക്കണ്ട, മതം നോക്കണ്ട, പ്രായം നോക്കണ്ട. അതിഥിമാരായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് വന്നുകൊണ്ടല്ലേ ഞങ്ങളെ നല്ല പോലെ ബഹുമാനിക്കണം. അപ്പൊ ഞങ്ങൾ ആ സുഭാസിലുള്ള റായത്തങ്ങ പണ്ടത് ഞങ്ങൾ വിളിച്ചിട്ട് ഈ നോട്ടീസ് കണ്ടിട്ട് ഈ നല്ല പരിപാടിയിൽ ദൈക്കു വേണായിട്ട് അങ്ങ പറമ്പത്തുകോ അങ്ങ കൂടെ ദൈക്കു ജാഗില്ലാണ്ട് അവതീറ. അപ്പൊ എന്താക്കണമെന്നുണ്ട കൂടെ ദയിച്ച നിങ്ങ തെല്ല് അത് ആ സൈഡിൽ കുറെ കസേര കാലിയുണ്ടോ തെല്ല അപ്പുറം പോയിട്ട് ദയിച്ചെങ്കിൽ പിന്നെ പണ്ടങ്ങ ഇപ്പുറം ദയിക്കുക. എണിക്കണം നിങ്ങൾ ഈ സൈഡിലുള്ള അങ്ങ് കുറച്ച് ആൾമാർ ആ സൈഡിൽ പോയിട്ട് ദയിച്ചെങ്കിൽ നെക്സ്റ്റ് ബണ്ടങ്ങ എന്താക്കുവാറ വന്നിട്ട് കൂടെ ദയിക്കുക. അപ്പൊ ഒരാളെ ക്വസ്റ്റ്യൻ അവിടുന്ന് എന്തേ ഉസ്താദെ ബന്നങ്ങക്കെ ഈല പോയിട്ട് ദയിച്ചങ്ങായല്ലേ, ഇനി ബണ്ടങ്ങമേ ഈല പോയിട്ട് ദയിച്ചങ്ങായല്ലേ. അങ്ങനെ എയിലല്ല വന്നിട്ട് എപ്പല്ല വന്നിട്ട് പോയിട്ട് ഫ്രണ്ടിൽ ദയിക്കോ. ഇത് ഫുട്ബോൾ മാച്ച് അല്ല. അത്ര വലിയ ഈമാൻ ഇസ്ലാം ഉള്ള അങ്ങനെ വന്നിട്ട് ഫ്രണ്ടിൽ ദയിക്കണ തിരിക്കിട്ട് പിരിക്കിട്ട് തെല്ലപ്രാവല നാനും ദയിക്കില്ല. അല്ലല്ലോ ഒരേ കസാലല്ല സാരല്ല നക്ക് സൈഡ് മയ്യാവും ചെന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ദയിക്കണ. അതാ അങ്ങനെ ദയിക്കണമെങ്കിൽ ഇത് ഡേ നൈറ്റ് മാച്ച് ആണ്, അല്ലെങ്കിൽ ഫെഡ് ലൈറ്റ് മാച്ച് ആണ്, അല്ലെങ്കിൽ 2020 ഗാലറി ആണ്. അതിന്റെ ബറുവാ. അല്ലാണ്ട് ദീനിന്റെ കാര്യത്തൊന്നും അങ്ങനെ അത്ര സുലാഭത്തിലൊന്നും കിട്ടല. ആൾമാർ കിട്ടുവാ നല്ല ചൊന്നോ ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ അമല്. അപ്പൊ അത് എല്ലാവർക്കും പോയാലേ ആ തൗഫീഖ് എല്ലാവർക്കും ഇല്ല. ആ തൗഫീഖ് കിട്ടിയനായിട്ടിക്കട്ടെ നാനും നിങ്ങളും അല്ലാഹു തആല ഞങ്ങളൊന്ന് കബൂലാക്കട്ടെ. അപ്പൊ കുറച്ച് ആൾമാർ എനിക്കുറോതാ പ്രഭു അവിടെ കസാലുണ്ട കാലുണ്ടമ്മ കസാൽ നീ അവിടെ നിന്ന് തെല്ലപ്രതിയുമ്മ തെല്ലപ്രതി ഇന്നിന്റെ അപ്പുറത്തെ കസാലതി അയാളെ നോക്കണ്ട. അയാൾ കബർക്ക് പോണ്ടല്ലേ, ഞങ്ങളെ കബർക്കല്ല പോണ്ടോ. നീ തെല്ലപ്രതി നിന്റെ അപ്പുറത്തുള്ള കസാലം നീ ഫസ്റ്റ് ഫില്ലാക്ക്. അങ്ങനെ മാഷാ അല്ലാഹ് എത്ര കസാര കാലി എനിക്കുറവില്ല. ഈ സൈഡിലുള്ള അങ്ങനെ അതേപോലത്തെ കസാല എന്തോ ടയറൊന്നും ഇല്ല, പേടിക്കണ്ട. വിളിച്ച സാത്ത് കാറും പണ്ടില്ലല്ലേ, അതല്ലേ വലിയ ആപത്ത്. കുറെ ദമ്മതക്കൽ ഇടണം, കാരണം വയലല്ലേ ദമ്മതക്കലുണ്ടി പറഞ്ഞു.
മാഷാ തെല്ല് ഇപ്പുറത്തേക്കുറ അല്ലെ ആൾമാരും വന്നെങ്കിൽ സൈഡിലേക്കുക. ഏതോട്ടെ അൽഹംദുലില്ലാഹ് നിറഞ്ഞ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഹബീബായ നബി തങ്ങളെ എല്ലാവരും അംഗീകരിച്ചു. റസൂലുള്ളാഹി തങ്ങളെ സകലതും ആദരിച്ചു. ഹബീബായ നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് എല്ലാവരും ഷഹാദത്തിന്റെ കലിമ പറഞ്ഞു. മൃഗങ്ങൾ പോലും അവിടത്തേക്ക് സലാം പറഞ്ഞു. ഇല്ലേ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാ. ഒരു ഉടുമ്പ് ഒരാൾ ഒരു മനുഷ്യന് അയാളതാ ഒരു ഉടുമ്പിനെ പിടികൂടുകയാണ്. ഉടുമ്പുക്ക് നിങ്ങൾ ചൊല്ലോ ഉടുമ്പു കുടു ഉടു അത് ഹലാലായ ഒരു ജീവിയാണ്. തിന്നുന്നവർക്ക് തിന്നിട്ടേ വേണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഹലാലായ നിലക്ക് പറ്റിയ മൃഗമാണ് ഉടു. അത് ഭയങ്കര ഒരു സാധനം, ഭയങ്കര ഗട്ടി പിടിച്ചെങ്കല്ല. അത് അത്ര പേന്ത് ഇളവല്ല. പണ്ടത്തെ കള്ളന്മാരല്ല വലിയ വലിയ പരകു വലിയ വലിയ അട്ടത്തുകല്ല 10 വേണായിട്ട് അതിന്റെ നടുകു വള്ളി ഇട്ടിട്ട് എറിഞ്ഞുകൊണ്ടിരുന്നാറുള്ള. അതവിടെ പിടിച്ചെന്ന് കണ്ടെങ്കിൽ പിന്നെ ബിൽക്കുൽ അളക്കല അങ്ങനെ പത്തിക്കൊണ്ടിരുന്നാറ്. ഇപ്പൊ പിന്നെ ഏണിയെല്ലാം ഉണ്ടല്ലേ, ഗൂഗിൾ മാപ്പ് ഉണ്ട്. പിന്നെ കള്ളന്മാർക്ക് സുളാബായി. പിന്നെ ഉടു വേണമെന്നില്ല. കാരണം എന്തേ, ആ ഉടിനെക്കാളും വില ഉടു ഈ ബണ്ട കള്ള വിടറു. അള്ളാഹു ഞങ്ങളെ സമ്പത്തും വീടും പറമ്പും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ ബദരീങ്ങളെ കാവല് അള്ളാഹു നൽകട്ടെ. അങ്ങനെയുള്ളൊരു ഉടുമ്പിനെ ഒരാൾ പിടിച്ചു, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ. വേണ്ട നക്ക് ഫാൻ വേണ്ട ഉമ്മ, നക്ക് വേണ്ട, നക്ക് വേണ്ടേ വേണ്ട, എത്ര പേർത്തെങ്കിലും വേണ്ട ഒന്നോ. രണ്ടാമത് ഇപ്പത്തെ ഫാന് കൊണ്ടല്ലേ ഏത് കമ്പനിയാട്ട് ഏത് കമ്പനി എങ്ങും സാരമില്ല, കാറ്റിന്റെ കാട്ടി ഇറക്കൂറ്റായിട്ട് അവിടെ പോയി. പിന്നെ നിങ്ങൾ ഫിറ്റാക്കുറവല്ല. ഇപ്പൊ വേണ്ട, ഇപ്പൊ നക്ക് വേണ്ട. ആ ഫാന് ഫിറ്റാക്കറേ വേണ്ട. അതിന്റെ ഒരു സൗണ്ട് വേറെ. നിങ്ങൾ 4 ഫാൻ കൊണ്ട് വെച്ചോങ്കിൽ നക്ക് പേർക്കും. ഞാൻ കുറച്ച് ഇങ്ങനെ വർക്കായിക്കൊണ്ടേ ഉള്ളല്ലേ, ബോഡി ഹീറ്റാവും. സാരമില്ല, അൽഹംദുലില്ലാഹ്. അല്ലാഹു മരിക്കോടത്തോളം ഞങ്ങളെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ആരോഗ്യം നിലനിർത്തി തരട്ടെ. അല്ലാഹു ആരോഗ്യം ഏറ്റിത്തരട്ടെ. അല്ലാഹു ആരോഗ്യം നമുക്ക് ഏറ്റിത്തരട്ടെ. എന്തെല്ലാം രോഗങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടുന്ന് കാറിന് ഇളിഞ്ഞാട്ടായ മൂലോ നക്കൊരാള് ഫോണാക്കി അയാളെ കിടാവ് ആസ്പത്രിയിലുണ്ടോ. സഡൻലി പനി വന്നിട്ട് ആസ്പത്രിയിൽ പോയിടാ ഉസ്താദ് ദുആറക്കണോ. എന്നിട്ട് അയാള് ചൊന്നന്ദ്ര കൊന്തുണ്ട ഉസ്താദെ ആസ്പത്രിയിൽ നിന്നുണ്ട് കിടാവരെ കൊണ്ടുപോയിട്ടാകുമ്പോ നക്ക് ഭയങ്കര ബേജാറായി. എന്റെ കൊന്തുണ്ട ആസ്പത്രിയിൽ ഫുള്ള് കിടാക്കമേ ഇടുമിട്ടായിറാറ. എല്ലാവർക്കും പനിയെ, എന്തു പനിയെന്ന് കൊന്തില്ല. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അള്ളാഹു കാക്കട്ടെ. ഞങ്ങളെ ദുആ, ഞങ്ങളെ ആമീൻ, ഞങ്ങൾ കൊടുത്ത സ്വതക്ക, ഞങ്ങളെ രോഗങ്ങൾക്ക്, ഞങ്ങളെ പ്രയാസങ്ങൾക്ക് അള്ളാഹു മരുന്നാക്കട്ടെ, അള്ളാഹു പരിഹാരമാക്കട്ടെ. ഒരു മുസ്ലിം അല്ലാത്ത ജൂതനോ നസ്രാനിയോ ആയൊരു മനുഷ്യന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്, സ്വഹീഹായ ഹദീസാണ്. അയാളതാ ഒരു ഉടുമ്പിനെ പിടിച്ച മനുഷ്യന് മുസ്ലിമല്ല. അയാൾ ആ ഉടനെ പിടിച്ചിട്ട് നേരെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്നു, മുഹമ്മദ്, നിന്നെ ഞാൻ പ്രവാചകനാണെന്ന് നബിയാണെന്ന് വിശ്വസിക്കാം, അംഗീകരിക്കാം. നിന്നെ ഞാൻ നബിയാണെന്ന് അംഗീകരിക്കാം. നിന്നെ ഞാൻ റസൂലാണ്, അള്ളാന്റെ ദൂതനാണെന്ന് വിശ്വസിക്കാം. അള്ളാഹു ഒരുവനാണ്, ഏകനാണെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ ആ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഉടു അത് ഫസ്റ്റ് ചൊല്ലണോ. നീ അള്ളാന്റെ റസൂലാണെന്ന്, അള്ളാഹു ഏകനാണ്, ഒരുവനാണെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഫസ്റ്റ് ഈ ഉടുമ്പു ചൊന്നെങ്കിൽ ഒടു ചൊന്നെങ്കിൽ നാണ് വിശ്വസിക്കാം എന്ന് ചൊന്നപ്പോ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. നബി തങ്ങളെ മുഅ്ജിസത്താണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, കാൽപ്പനിക കഥയല്ല, ഐതിഹ്യ പുരാണല്ല, സ്വഹീഹായ ചരിത്രമാണ്. മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ ഉടുനോട് ചോദിച്ചോ, ഉടുമ്പിനോട് കേട്ടോ, അല്ല ഉടുമ്പേ, ആരെയാ നീ പേടിക്കുന്നത്? നിന്റെ രക്ഷിതാവ് ആരാണ്? നിന്നെ പടച്ചവൻ ആരാണ്? ആ സമയത്ത് ആ ഉടുമ്പ് പറഞ്ഞെന്തറിയാ, അല്ലാഹുൽ
അല്ലദീ അർശുഹു ഫിസ്സമാവാതി വസുൽത്താനുഹു ഫിൽ അർളി. ആകാശഭൂഗോളങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാത്തിന്റെയും അധിപനും ഉടയവനുമായ അല്ലാഹുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഉടുമ്പിനോട് കേട്ടു, മന്നനാ, ഞാനാര്, നാണാരെന്ന് കേട്ടപ്പോ ആ ഉടുമ്പ് പറയുകയാണ്, അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണെന്ന്. ഇത് പറയേണ്ട താമസം ആ വന്ന മനുഷ്യന്, മുസ്ലിം അല്ലാത്ത ആ മുസ്ലിമായ ആ മനുഷ്യന് ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിന്റെ മുമ്പിൽ ഷഹാദത്തിന്റെ കലിമ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യനിതാ ഉടുമ്പിനെയും പിടിച്ചു കൊണ്ടുപോവുകയാണ് തന്റെ നാട്ടിലേക്ക്, തന്റെ ഗോത്രത്തിലേക്ക്, തന്റെ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. ആ പോന്നന്റെ ഇടയില് 1000-ഓളം മനുഷ്യന്മാർ കത്തിയും പാളും കുന്തവും പിടിച്ചിട്ട് ഇങ്ങ് വന്നുകൊണ്ടുള്ളാറ്. അങ്ങളെ കണ്ടപ്പോ ഇയാള് കേട്ട്, നിങ്ങ ഓടക് ദൂരപിതാടിയാറ്, നിങ്ങ എപ്പറ പോയോണ്ടുള്ളാറ് എന്ന് കേട്ട നേരത്തെ അവർ പറഞ്ഞെന്തറിയാ, ഞങ്ങള് മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അയാള് ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് മുഹമ്മദിനെ ഭൂമിന്റെ മേലെ 1 സെക്കൻഡ് വെക്കൊതീറ, അവന്റെ കൊള്ള വേണായിട്ട് തലയെടുക്ക വേണായിട്ട് പോയോണ്ടുള്ളാന്ന് 1000 ആള് ചൊന്നപ്പോ ഈ ഉടുമ്പ് പിടിച്ച ഈ മനുഷ്യ ഉണ്ടല്ലേ, ഉടുമ്പ് കയ്യിലുള്ള ഈ മനുഷ്യ ഉള്ളല്ലേ, അയാള് ചൊന്നും തിരകൊന്തുണ്ടാ, നിങ്ങ അപ്പുറ പോണ്ട, കൊല്ല വേണായിട്ട് പോണ്ട. നാണ് മുസ്ലിമായിരെ ಅದಕ್ಕೆ ಕಾರಣ ಈ ಉಡುವಾಯಿಟಿಕಡ. അയാൾ എല്ലാ സ്റ്റോറി വിസ്താരായിട്ട് ചൊന്തു. സ്റ്റോറി എന്തിനിപ്പോ ഞാൻ ചൊന്നല്ലേ, പിടിയായിട്ടില്ലേ, ഇനി റിപ്പീറ്റ് ആക്കണ ടൈമില്ല, കറക്റ്റ് 10 ആകുമ്പോ ഖത്തം ഖലാസ്. ഹലോ ഉസ്താദ്, ശരി ഫൈസ് ഉസ്താദ്, പേര് ഒരിക്കൽ കഴിച്ചില്ല, എനിക്ക് ഓർമ്മയില്ല. വലിയ സ്നേഹമാണ് ഞമ്മ. അള്ളാഹു താല നമ്മളെ പിരിശപ്പാട് അള്ളാഹു നിലനിർത്തി തരട്ടെ. അയാൾ വിഷയമല്ല ചൊന്തങ്ങളൊട്ട, നിങ്ങൾ ഓടണ്ട, ഇത്ര വലിയ ജിഗർ സ്പീഡൊന്നും വേണ്ട. അയാൾ നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തി ദൈവങ്ങളൊന്നും ആക്ഷേപിക്കുന്നില്ല, ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. മറ്റുള്ളവർ ആരാധിക്കുന്നതിനെ ആക്ഷേപിക്കാൻ പാടില്ല. അവർക്ക് അവരെ ആചാരങ്ങൾ കർമ്മങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളത്. അതിനെ ആക്ഷേപിക്കാനോ കല്ലെറിയാനോ കുറ്റപ്പെടുത്താനോ മുസ്ലിമിന് പാടില്ല. അത് ഇയാൾ പറഞ്ഞു, അയാൾ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ അയാൾ പറയുന്ന ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഞാൻ വിശ്വസിച്ചു. എന്റെ കാരണം എന്തുണ്ടാ, ഇത് ഈ ഉടു അയാൾ വിഷയല്ല ചൊന്നപ്പോ 1000-ഓളം വരുന്ന മനുഷ്യര് നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുസ്തഫായ നബി തങ്ങളടുക്ക വന്നിട്ട് ഖാലോ, അവർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 1000-ഓളം വരുന്ന സത്യനിഷേധികൾക്ക്, 1000-ഓളം വരുന്ന ബഹുദൈവ വിശ്വാസികൾക്ക്, 1000-ഓളം വരുന്ന മുസ്ലിം അല്ലാത്തവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, ഈമാൻ സ്വീകരിക്കാൻ, മുസ്തഫായ നബി തങ്ങളെ അംഗീകരിക്കാൻ കാരണമാക്കപ്പെട്ടത് ഒരു മൃഗമാണ്, ഉടുവാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. അതാ പറഞ്ഞ നബി തങ്ങളെ എല്ലാവരും അംഗീകരിച്ചു. അംഗീകരിക്കാത്ത ആറ് എന്തുണ്ടാ, ആറ് ഞങ്ങളെ ഹിന്ദു സഹോദരന്മാരല്ല. അങ്ങ് നബിയിൽ വലിയ ബഹുമാന റെസ്പെക്ട് ഉള്ളു. ഇപ്പൊ കാണില്ലേ, ഇടിയല്ല ഇന്റെ മീലാദ് ജാദാദ് ഇതെല്ലാം പോകുമ്പോഴത്തേക്കു എത്ര ഹൈന്ദവ സഹോദരന്മാരാണ് മധുരപ്പാനി, മിഠായി, ബിസ്ക്കറ്റ്, ജ്യൂസ് എല്ലാം കൊടുത്തിട്ട് സ്വീകരണാക്കിയ. ആ സൗഹാർദ്ദത്തെ, ആ ഒരു നല്ലൊരു ഒരു പൊസിഷൻ, ആ ഒരു അവസ്ഥ, അത് എപ്പോഴും പോണോ. അല്ലാഹു തആല ഞങ്ങളെ നാട് ആ നിലക്കാക്കി തരട്ടെ. സൗഹാർദ്ദ അന്തരീക്ഷം കെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. മനസ്സിലായി എനിക്ക് തിരിഞ്ഞിട്ടേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിങ്ങൾ നോക്കൂ, മുസ്തഫ നബി തങ്ങൾ ഈ ലോകത്തോട് കാണിച്ചു തന്ന ആ ഒരു നല്ല ഒരു ആശയം, ആ ഒരു വിഷയം, ആ ഒരു ടോപ്പിക്, ആ ഒരു സബ്ജക്ട്, അത് എല്ലാവരും അംഗീകരിച്ചിട്ട് അതിൽ ആർക്കും കളവ് പറയാനില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു ഏറ്റവും നല്ല ആശയം പറഞ്ഞത് മുഹമ്മദാണ്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിയാണ്, ജനഗണമന എഴുതിയ ആളാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, വലിയ പണ്ഡിതനാണ്. അയാൾ പറഞ്ഞു ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി മുഹമ്മദാണ്. ആരംഗീകരിക്കാത്ത? ക്രിസ്ത്യാനികളും ഹൈന്ദവരും എല്ലാവരും ഏകദേശം ആ ബഹുമാനം വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ബഹുമാനം വെക്കാത്ത ഞമ്മളെപ്പോ ഇടയിൽ തന്നെ കുറച്ച് നാമധാരികൾ. ഇപ്പൊ നോക്കി, റബീഉൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും മലാട് വിതരണാക്കിയിട്ട് ജാതി മതം നോക്കാണ്ട് പൈഗംബർ റസൂലുള്ളാന്റെ പേരില്, മുഹമ്മദ് റസൂലുള്ളാന്റെ പേരില്, പ്രൊഫറ്റ് മുഹമ്മദിന്റെ പേരില് എല്ലാവരും സന്തോഷിക്കുമ്പോ ഒരു കൂട്ടർക്ക് ഭയങ്കര കരച്ചിലും വിളിയും ബേജാറും. ഉസ്താദ് പാർട്ടി ഒന്ന് ചൊല്ലണ്ട്, ഉസ്താദ് പാർട്ടി ഒന്ന് ചൊല്ലൂല്ല, ഞാൻ പാർട്ടിയുടെ ആളുമല്ല, അങ്ങ ചൊന്നപ്പോ നമുക്ക് ചൊല്ലണ്ടി പോകും. തെങ്ങിന് കീഴിൽ വീണെങ്കിൽ പിന്നെ ആസ്പത്രിക്ക് കൊണ്ടോണേ. ഞങ്ങൾ പാർട്ടിന്റെ ആളല്ല, ഞങ്ങൾ പാർട്ടി ഒന്നില്ല. പക്ഷേ നബി തങ്ങൾ ചൊന്നിട്ട് എന്തല്ല ചൊന്നിറങ്ങുന്നുണ്ട. നബി തങ്ങൾ റബീഉൽ അവ്വൽ 12 ജനിച്ചിട്ടേ ഇല്ല. ഒന്നും നബി ദിന വേണ്ട എന്നതിന് തെളിവൂല. ഒന്നെന്തോ നബി തങ്ങ 12 ജനിച്ചിട്ടേ ഇല്ല. ആയി 13 നാക്ക് നീ ജന്മദിനാക്കറേ പിന്നെ നിക്ക് ജനിച്ച എപ്പ ജനിച്ചെങ്കെ 12 പോലും നാകെ പിന്നെ 12 ജനിച്ചിട്ടേ ഇല്ല. നീ എന്ത് ചൊല്ലേ? നണ്ടൊട്ട ഒരാൾ കേട്ട്, ഉസ്താദെ നിങ്ങൾ ബദ്രീങ്ങളെ വിളിച്ചോണ്ടേ ഉള്ളാറല്ലേ ഒക്കോ, നിങ്ങൾ വിളിച്ചോണ്ടേ ഉള്ളാറല്ലേ ഒക്കോ. ഞങ്ങത് വിളിക്കറങ്ങളെ പടച്ചോനാക്കിയിട്ടൊന്നും അല്ല. പടച്ചോന്റെ 100ൽ 1 അവരിലില്ല, എല്ലാം അല്ല കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവർക്ക് അല്ല കൊടുത്ത ബഹുമാന കറാമത്ത് മൂസത്ത് അത് വെച്ചിട്ട് ചെല്ലി ഹെൽപ്പാക്ക വേണമായിട്ട് ചൊല്ല അത്രമേ, അല്ലാണ്ട് ഞങ്ങൾ അല്ലാക്കില്ല. ഇത് ചൊന്നപ്പോ അയാൾ നണ്ടൊട്ട കേട്ടത്ര വന്നിട്ടുണ്ടാ ഉസ്താദ്. അങ്ങനെങ്കിൽ നിങ്ങ എന്ത് യാ അബൂബക്കർ സിദ്ദീഖ് എന്ന് വിളിക്കില്ല, നിങ്ങൾ യാ മുഹിയുദ്ദീൻ ഷേഖ്, യാ റിഫായി ഷേഖ് എന്ന് മാത്രം എന്ത് വിളിക്കറോ? യാ അബൂബക്കർ സിദ്ദീഖ് എന്ന് വിളിക്കില്ല. അപ്പൊ ഇയാൾ കേട്ടത്രോ ഉണ്ട്, ഇയാൾ അങ്ങനെ കേട്ട. അപ്പൊ ഞാൻ അയാളോട്ട കേട്ട, അപ്പൊ ഞാൻ അയാളോട്ട കേട്ട അല്ല ഓക്കോ. ഇപ്പൊ നിങ്ങളെ ബേജാറെന്തരാ? നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റൻ എന്തരാ? ഞങ്ങൾ യാ മുഹിയുദ്ദീൻ ഷേഖ്, യാ ബദ്രീങ്ങളെ എന്ന് വിളിക്കറ, ഞങ്ങൾ വേറെ ആരും വിളിക്കില്ല. അതെന്റെ എന്നല്ല നിങ്ങൾ കേട്ടോ ഒക്കോ. ഞങ്ങൾ ഒരു വിഷയാക്കാം, നിങ്ങൾ ഇപ്പൊ അങ്ങനെ കേട്ടണ കൊണ്ടോ നാളെ പിന്നെ ഏ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ഏ ഉമർ ഖത്താബ് തങ്ങളെ എന്ന് വിളിക്കറ ആവാന്ന് കേട്ട. അപ്പൊ നാണ് കേട്ട പിന്നെ ആരെ വിളിച്ചത് നിനക്ക് എന്തേ? പിന്നെ അയാളെ വിളിക്കില്ല എന്തേ, ഇയാളെ വിളിക്കില്ല എന്ത് കേൾക്കണെന്തൊക്കെ? ആരെ വിളിച്ചു ചേർക്കൂല. പിന്നെ അയാളെ വിളിക്കണെന്തേ, ഇയാളെ വിളിക്കണെന്ത് കേൾക്കണ? റബീഉൽ അവ്വൽ 12 ആചരണ പാടേ ഇല്ല, അത് ബിദ്അത്താണ്, അത് ശിർക്കാണ്. എന്റെ നബി തങ്ങാണ്ട് ജനിച്ചിട്ടേ ഇല്ല. ഒക്ക ആയി വിടൂറു, ജനിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. റബീഉൽ അവ്വൽ നീ എത്ര ചൊല്ലേ? ഇപ്പൊ 23 സൈ 23 ജനിച്ചിരുന്ന് വെച്ചോ, ജന്മദിനാക്കാമാ. പിന്നെ എനിക്ക് എപ്പ ജനിച്ചെന്തേന്ന് പിന്നെ 12 മാത്രം എന്തൊക്കെ പൊട്ടാക്കി കാട്ടുറോ? അഭിപ്രായം ഉണ്ടോ? നബി തങ്ങ ജനിച്ച ആ ഡേറ്റ്, നബി തങ്ങ ജനിച്ച താരീഖ്, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലേ? ഏയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ലൈലത്തുൽ ഖദ്ർ എപ്പോന്ന് അഭിപ്രായ വ്യത്യാസം ഇല്ലേ? അപ്പൊ ഈ ചങ്ങായിനെ നാളെ പണ്ട് റമദാനിൽ ലൈലത്തുൽ ഖദ്ർ ആക്കൊതിരുവാ അഭിപ്രായം ഇല്ലേ? റബീഉൽ അവ്വൽ 21 ചൊന്നത് ഇമാം ഷാഫി, റമദാൻ 21 ആയിട്ടില്ലേ ലൈലത്തുൽ ഖദ്ർ എന്ന് ഇമാം ഷാഫിന്റെ അഭിപ്രായം ഇല്ലാത്ത വിഷയം അത്. പക്ഷെ ഏത് അഭിപ്രായം ഉണ്ടെങ്കിലും ബഹുഭൂരിഭാഗ ഇമാമിങ്ങള് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കി, ഹദീസ് അടിസ്ഥാനമാക്കി, പ്രമാണം അടിസ്ഥാനമാക്കി ബഹുഭൂരിഭാഗം ഇമാമിങ്ങളും പ്രസിദ്ധപ്പെടുത്തിയ അഭിപ്രായ, പ്രാമുഖ്യത്തെ കൊടുത്ത അഭിപ്രായ, പ്രഥമ സ്ഥാനം കൊടുത്ത അഭിപ്രായ കുറെ ഉണ്ടെങ്കിൽ അതിൽ ടോപ്പ് അഭിപ്രായം എടുത്തത് ഏതുകൊണ്ടുണ്ടാ? റബീഉൽ അവ്വൽ 12 സംശയമില്ല. അഭിപ്രായം ഉണ്ട്, അഭിപ്രായം കൂടെ. അഭിപ്രായത്തിക്കും മഹാന്മാർ ഒരു യോഗോപ്പണ രൂപം കൊണ്ടാറല്ലേ? അഭിപ്രായം ഇല്ലാത്ത വിഷയം അത്
ಈ ಪಳ್ಳಿ ಎಪ್ಪ ಕಟ್ಟಿರೋ 1923 ಏಪ್ರಿಲ್ 22 ಒಕ್ಕ പിന്നെ ഇങ്ങനത്തെ അഭിപ്രായം ഉണ്ട് എങ്ങനെ 1923 ഏപ്രിൽ 24 അതൊക്കെ അഭിപ്രായം ഇല്ല ഇവിടെ അഭിപ്രായം ഇല്ലേ പിന്നെ ആ സിമെന്റിൽ എഴുതിയത് പിന്നെ പഴയ മനുഷ്യന്മാർ ചൊല്ലത് ഇപ്പൊ കണ്ട മനുഷ്യ ഹയാത്തുള്ളത് ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് പ്രഥമ സ്ഥാന 1921 ഏപ്രിൽ 21 അഭിപ്രായം ഉണ്ടോ ഇവിടെ ഇല്ല എന്നല്ല അഭിപ്രായം ഉണ്ടെന്ന് ചൊന്നിട്ട് പള്ളിയേ ഇല്ല ചൊന്നങ്ങാവാ പിന്നെ ഇതെന്തേ അപ്പൊ അവനക്ക് ഇപ്പൊ വലിയ ബേജാറ് റബീഉൽ അവ്വൽ വരുമ്പോ ചായ എന്തും കൊണ്ട് എനിക്ക് കൊടുക്കും ചായ തണ്ണി അങ്ങനത്തെ ഒന്നും കൊണ്ട് എന്തോ കാൽ തണ്ണിയാ ഓ ഓ ജ്യൂസ് ഇതാർക്ക് പെണ്ണുങ്ങൾക്ക് തണ്ണി എനിക്ക് ജ്യൂസാ ഓ ഇലപ്പാ നീ പേടിക്കണ്ട എന്താ അങ്ങനെ വിഷയാക്കാന്ന് അത്ര എനിക്ക് പിടിയായിട്ടില്ല ഓർക്കുണ്ടാ അയ്യോ രണ്ടും ഉണ്ട് അയ്യോ മാഷാ അല്ലാ അല്ലാഹു തആല അത് ഒരുക്കിയ സംഘാടകർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഉമ്മമാരെ സഹോദരിമാരെ ഇനി ജ്യൂസ് ഉണ്ടല്ലോ ഇപ്പമേ കൊടുക്കണ്ട തണ്ണി കൊടുത്താറ് ഇനി ജ്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 10 ഗണ്ട കാരണം എല്ലാ അങ്ങനെ വേണ്ട ഗടിഗടി വേണ്ട ഞങ്ങൾക്കൊന്ന് കിട്ടിയെങ്കിൽ നല്ല ഇന്ന് ആശ വെക്കൊരു ടൈമിൽ കിട്ടും അല്ലേ ആചാർ ബേച്ചിട്ട് ഫുള്ളായി ഉണക്ക് രണ്ടാമത് നിൽക്ക് മന്തി വേണത് കേട്ടാ മന്ത്രിയുള്ളൂ ഇപ്പൊ വേണ്ട എന്തേ ഇവിടെ ഫുൾ ആയി അതേ ടൈമിലും ബേച്ചിട്ട് ഒരു ജണ്ട് കെട്ട കഴിഞ്ഞ പിന്നെ ബേക്കാമാ ഒരു ജണ്ടിട് അല്ലേ അല്ലേ എന്തേ ആ ടൈമിക്ക് വേണു നായി ആ ടൈമിൽ കൊടുക്കണം വേണു നായ ടൈമിൽ കൊടുക്കണോ മയ്യാവു നായ ടൈമിൽ നിപ്പാട്ടണം എന്തു അത് പ്രസംഗമായോ അങ്ങനെ നിങ്ങൾക്കിപ്പോ മയ്യാവു നായിറാ പ്രസംഗം ഇപ്പൊ നിപ്പാട്ടേ അള്ളാഹു കബൂലാക്കട്ടെ ಬೇಗ ಕೊಡು നിങ്ങൾ മേ നോക്കിക്കൊണ്ടുള്ളാറങ്ങ നണ്ട് നോക്കറൂ ഇല്ല നക്കത്തിൽ വിശ്വാസം ആവുന്നു നിങ്ങൾ ഗടി നടന്നുകൊണ്ടുള്ളാറ് രണ്ടാൾ പോണ്ടേ ആ സൈഡിൽ നിങ്ങൾ 4 ആൾ പോയോണ്ടുള്ള ചൊല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അർസവും വരും ആട്ടോ മാഷാ അല്ലാ ഞങ്ങളെ വിക്കായത്തെ കുട്ടികൾ ഞങ്ങളെ SKSBന്റെ ബാല്യക്കാർ അല്ലാഹു നാടിനും ദീനിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളാക്കി അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ അച്ചടക്കവും അദബുമുള്ള മക്കളാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നാടിന്റെ ഇസ്സത്ത് ഞങ്ങളെ നാടിന്റെ നല്ല പേര് ഞങ്ങളെ നാടിന്റെ അഭിമാനം അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ എല്ലാ മതവിശ്വാസികളും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാടാക്കി അല്ലാഹു ഞങ്ങളെ നാടിനെ മാറ്റട്ടെ ನಾನು ಓಡುന്നു പോയോ വിഷയം ചൊന്നിട്ടു റബീഉൽ അവ്വൽ 12 അപ്പൊ അങ്കത്തിൽ വേറെ നമ്പലാവും നബി തങ്ങൾ ജനിച്ചപ്പോൾ നമ്പലായ ഒരാളുള്ള ഞങ്ങളെ ലീഡർ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ ആരും കൊണ്ടുണ്ടാ പണ്ട് ഇതേപോലെ ഒരുത്തനക്ക് വേറെ നമ്പലായിരു ആറ് കൊണ്ടുണ്ടാ ഞങ്ങളെ അഡ്മിൻ മഹാന്മാരായ ഇമാമികൾ പറയുന്നുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വർക്കപ്പറ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വർക്കപ്പറ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനതാ ലോകത്ത് 4 വട്ടം കരഞ്ഞു അവൻ കരഞ്ഞത് 4 വട്ടമാണ് അവൻ അട്ടഹസിച്ചത് 4 വട്ടമാണ് അവൻ പിന്നിൽ നിന്നിട്ട് ഗ്യാസ് വിട്ടിട്ട് ഓടിയത് 4 വട്ടമാണ് സ്വഹിയായ സംഭവമാണ് ഇത് വെറുതെ ജോക്കടിക്കുന്നതല്ല തമാശ പറയുന്നതല്ല നല്ല പോലെ കേട്ടോ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവമുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വർക്കപ്പറ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നിങ്ങമുണ്ടല്ല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനതാ 4 വട്ടം അവന്റെ ജീവിതത്തിൽ 4 വട്ടമാണ് അവൻ ആർത്തട്ടഹസിച്ചത് അവൻ വല്ലാണ്ട് കൊരച്ചത് അവതാ ബാക്ക് സൈഡില് ഗ്യാസ് വിട്ടിട്ടോ നിങ്ങളെ ഭാഷയിൽ ചൊന്നെങ്കിൽ ഊസ് വിട്ടിട്ടോ ഓടിയത് 4 വട്ടായിട്ടിക്കട എപ്പറയുമോ ഒന്ന് അവന്റെ അല്ല ശപിച്ചപ്പോ അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് അവനെ ശപിച്ചല്ലേ അല്ലാഹു ശാപ വെച്ചല്ലേ فخرج فإنك رجيم وإن عليك لعنتي إلى يوم الدين നിന്റെ മേലെ എൻ്റെ ശാപമുണ്ട് കാലാകാലം എൻ്റെ ലഅനത്തുണ്ട് എന്ന് അല്ലാഹു അവനെ ശാപം വെച്ച നേരത്ത് അവനതാ അട്ടഹസിച്ചോ അവതാ പെറ
റൗലു ഗ്യാസ് വിട്ടിട്ട് ഓടിയാ രണ്ടാമതവൻ കരഞ്ഞതപ്പോ കൊണ്ടുണ്ടാ അവനക്ക് ബേജാറായതപ്പോ കൊണ്ടുണ്ടാ മിൻഹോ സ്വർഗലോകത്തിൽ നിന്നിട്ട് അവൻ ഔട്ടാക്കിയപ്പോ പുറത്ത് കടക്ക് പുറത്ത് ഇനി കാലാകാലം നിനക്ക് സ്വർഗം ഹറാമാണ്, നിനക്കെന്നെ മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ആട്ടി പുറത്താക്കിയപ്പോ അവൻ കരഞ്ഞു. അവതാ ബാക്കില് കാറ്റുപുട്ടിട്ട് ഓടിയിട്ടങ്ങ് ബേജാറായ. നാലാമത്തെ സമയം അവൻ കരഞ്ഞതെപ്പോഴറിയോ, അട്ടഹസിച്ചതെപ്പോഴറിയോ, അവന് വയറില് മൂത്രക്കല്ലിന്റെ സോക്കേട് തുടങ്ങിയതെപ്പോഴറിയോ, ഹീന ഉൻസിലൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു ഇറക്കിയ നേരം ഇബ്ലീസ് കരഞ്ഞു. ഇങ്ങനത്തെ വിചാരിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ ചൊന്നെങ്കിൽ അത് മെച്ചോടെ മാത്രം ഓതുള്ളൂ എന്നാ. അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഓക്കേ, സൂറത്തുൽ ഫാത്തിഹ എപ്പോഴും വേണം. ഡെയിലി 10-13 ഫാത്തിഹ ഓതിയിട്ട് ആദത്താക്കിയ മനുഷ്യർക്ക് ഒരിക്കലും ഒരു ആഫത്ത് മുസീബത്ത് ദുനിയാവിലും വരാല ആഖിറത്തിലും വരാല. ഫാത്തിഹ ചൊന്നെങ്കിൽ നിങ്ങൾ എന്തൊരു വിചാരിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ അത് ദുആയാണ്, അത് ദുആയാണ്. അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. 5 നേരം നിസ്കാരത്തില് പോലും ഫാത്തിഹ ഫർളാണ്. 5 നേരം നിസ്കാരത്തില് എന്നല്ല, എത്ര റക്അത്ത് നിസ്കരിക്കുന്നെങ്കിലും, തറാവീഹ് 20 ആണെങ്കിലും, മയ്യത്ത് നിസ്കാരമാണെങ്കിലോ, പെരുന്നാളിന്റെ സുന്നത്താണെങ്കിലോ, ഇനി ഫർള് നിസ്കാരമാണെങ്കിലോ, അവിടൊക്കെ ഫാത്തിഹ നിർബന്ധമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തോണ്ട് നിസ്കാരമേ അല്ല. ഫാത്തിഹ ഓതാത്തോണ്ട് നിസ്കാരമേ അല്ലാന്ന്. കൂലി കുറയൂന്നല്ല, അത് നിസ്കാരേ അല്ലാന്ന്. കൂലി കുറയും ചൊല്ലണമെങ്കിൽ അത് നിസ്കാരമായിട്ട് വേണ്ടേ? നീ തന്ന മാങ്ങക്ക് ഞാൻ പാതി പൈസ തരണമെങ്കിൽ അത് മാങ്ങ ആയിട്ട് വേണ്ടേ? അത് മാങ്ങമേ അല്ലെങ്കിൽ പാതി പൈസ ഉണ്ടാകണേ. നീ കൊണ്ടുവന്നത് മാങ്ങമേ അല്ല, തേങ്ങ. പിന്നെ മാങ്ങ ചൊല്ലി അങ്ങനെ തണ്ട. ഇപ്പോ മനസ്സിലാവുന്നില്ല സാർ, തിരുന്നല്ലേ പിടിയായി. ഈ 6 നാട്ടില് 100 ഭാഷ ഞങ്ങൾ അബ്ബാലോണ്ടിരുന്നു. 6 റായത്തിലും 100 ഭാഷയാണ്. അപ്പൊ തെല്ല് പഠിച്ചില്ലെങ്കിൽ ആകെ ആപത്തായിട്ട് മാറും. ഞാൻ തെല്ലെല്ലാം ഏകദേശം തൊട്ടിട്ട് പോണ്ടേ. പുട്ടിനിടയ്ക്ക് തേങ്ങ ഇടും പോലെ നന്നല്ല, പറ്റിട്ട് പിടിച്ചോണ്ടാന്ന് വാടിയും പോയിട്ട് ബാക്കിയായി പോണ്ടാ ചൊന്നിട്ടു. തെല്ലല്ല നന്ദപണില്ല. ഞങ്ങൾ മലയാളിയല്ലേ, കേരളല്ലേ. മക്കളത് ജോറാക്കണ്ട, തെല്ല് ഇതാക്കോ. നിങ്ങക്ക് പിടിയാവറല്ലേ? എന്ത് ഞാൻ ചൊന്നോ? എത്ര റക്അത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഫാത്തിഹ ഓതാം. ഫാത്തിഹ ഓതാത്തോന്റെ നിസ്കാരമേ അല്ല. അപ്പൊ അവിടെ ഇമാം ജമാഅത്ത് തുടങ്ങി. ഈ ചങ്ങി വന്നിട്ട് ലൈനിൽ നിന്നിറ ഫസ്റ്റേ ഉള്ള ആ മൊബൈൽ നോക്കിക്കൊണ്ടുള്ള, സൈലന്റ് ആയിക്കൊണ്ടുള്ള, റിംഗ് ടോൺ ചേഞ്ച് ആയിക്കൊണ്ടുള്ള ലൈനിൽ നിന്നിട്ട് ആ സമയത്ത് സൗണ്ട് ഓപ്ഷൻ കുറച്ചുകൊണ്ടുള്ള, ഫ്ലൈറ്റ് മുട്ടിലേക്ക് പോയോണ്ടുള്ള, ബെൽറ്റ് ടൈറ്റ് ആക്കിയോണ്ടുള്ള, അതിൻ്റെ ഇടയ്ക്ക് മൂക്കുറട്ട കൈയിട്ടുണ്ടുള്ള, അങ്ങ് നോക്കിയോണ്ടുള്ള, AC സ്വിച്ച് ഇട്ട മൊയിലാറ് നോക്കിയോണ്ടുള്ള, യാറപ്പ വന്ന വയസ്സമ്മ ബാലക്കാരൻ നോക്കിക്കൊണ്ടുള്ള, അയാൾ പോകുമ്പോഴത്തേക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഗോവിന്ദ. ഇതെന്ത് നിസ്കാരം? ഇനി നിസ്കാരം മസ്ബൂക്ക് മുവാഫിക്ക് രണ്ടുണ്ടോ? ശരി. ഇനി നിന്നിട്ടായി പിന്നെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ച ഫസ്റ്റേ കെട്ടിറ, അല്ലെങ്കിൽ കൈ കെട്ടിറ. ഫാത്തിഹ ഓതുന്ന ടൈമിൽ ഫാത്തിഹ ഇല്ല, എന്തും ഇല്ല. അയാൾ പോയ പോലെ ഓനും പോയ, അയാൾ വന്ന പോലെ ഓനും വന്ന, അയാൾ ജയിച്ച പോലെ ഓനും ജയിച്ച. ഇതെന്ത് നിസ്കാര? ഇതെന്ത് നിസ്കാരം? ഫാത്തിഹ ഇല്ലാത്ത എന്ത് നിസ്കാരം? തറാവീഹിലാണ് ഈ അബദ്ധം അധികവും. ഈ മിസ്റ്റിക് തറാവീൽ നിങ്ങൾ നോക്കൂ. തറാവീൽ ഫാത്തിഹ ഉണ്ടാ? പല ആൾമാർക്കും ഉസ്താദേ 89 സ്പീഡിലുണ്ടോ? കൂടുതൽ ഉസ്താദല്ല. അത് അയാൾ സ്പീഡ് ആയതുമല്ല, അയാൾക്ക് പാതി മനസ്സുണ്ട് സ്പീഡിലെ പോണോ. അതിന്റെ ഇടയ്ക്ക് കമ്മിറ്റി ഞങ്ങൾ പാസും കൊടുത്തിറാറ്, നിങ്ങൾ നല്ലോണം സ്പീഡ് ആക്കോറും. അയാൾ ഓൾറെഡി 4G, കമ്മിറ്റി ഞങ്ങൾ ചൊന്നിട്ടാകുമ്പോ 5G ആയി. നിങ്ങളല്ല ഉസ്താദാവാ? നിങ്ങല്ല. പിന്നെ നിങ്ങൾ ആയെങ്കിൽ നിങ്ങമേ വേറെ ആളെ ചൊല്ലുണ്ടെങ്കിൽ അല്ലേ? ഭയങ്കര സ്പീഡ് ഒന്നുകൂടെ ഫസ്റ്റ് വച്ചൂടെ പള്ളിക്ക് വണ്ടങ്ങ തറാവീക്ക് ജന്ന ബറുവാറ് 3 പറഞ്ഞാറ് 4 നേരെ അപ്പറ എന്തിനൊന്നുണ്ടാ അവിടത്തെ സ്പീഡിൽ അവിടെ പോയി ഇവിടെ ഭയങ്കര സ്ലോന്ന്
ഇയാളെന്തരവാവ എന്തത് നിസ്കാരല്ലേ ഇത് ഫാത്തിയ 20 നീ 40 റക്കാത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഫാത്തിയ വേണ്ടേ? നീ 400 റക്കാത്ത് നിസ്കരിക്കുന്നെങ്കിലും ഫാത്തിയ ഓതണ്ടേ? നീ 1 റക്കാത്ത് നിസ്കരിക്കുന്നെങ്കിലും ഫാത്തിയ ഓതണ്ടേ? പിടിയാവുറ നിനക്ക് പിടിയാവുറല്ലേ? അപ്പൊ പിന്നെ നീ പാസ്റ്റ് ആക്കണോ ഇതെന്ത് നീ ഇത് സിമ്മി ചേഞ്ച് ആക്കണമാ? അറ്റ്ലീസ്റ്റ് കടിമ പക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിയെങ്കിലും കിട്ടണ്ടേ? സൂറത്ത് വേണ്ട, നീ കേട്ടോണ്ട് നീച്ചങ് വയ്യാവോ അല്ലെങ്കിൽ നീ ആലോട്ട് കൊണ്ട് നീച്ചങ് വയ്യാവോ സമ. ഫാത്തിയ ഫർളല്ലേ, സൂറത്ത് സുന്നത്തും ചൊന്നങ്ങ് ഓതണ്ടെന്നല്ല, ഓതോണെന്നേ ആവാ. ചില ആൾമാർ അങ്ങനെ അർത്ഥം വെക്കിടാറ്. ഉസ്താദെ സുന്നത്തല്ലേ ഉസ്താദ് നിസ്കരിക്കുമ്പോ തൊപ്പി വെച്ചില്ല അങ്ങാവല്ലേ എന്തേ? അത് സുന്നത്തല്ലേ, സുന്നത്തും ചെന്നങ്ങ് തൊപ്പി വെക്കണ്ടെന്നല്ല, തൊപ്പി വെക്കണോ. സുന്നത്തും ചെന്നങ്ങ് എടുക്കണ്ടെന്നല്ല. സുന്നത്തല്ലേ എന്താ അത്ര സിമ്പിള്? ചെറിയ മക്കളല്ല ഇതിൽ ദീപ്പാട്ടക്കും തീരാ. ഒന്നാമത് ഓൾറെഡി ഞങ്ങൾക്ക് വയൽ വേണമെന്നില്ല. ഈ ഇത്രക്കുള്ള പൂ പൈതൽക്ക് എന്ത് വയൽ? അത് ഓൾറെഡി സ്വർഗത്തിന്റെ പൂവല്ലേ, അത് എപ്പോഴും സ്വർഗത്തിന്റെ പൂവല്ലേ. കൂടെ ബലിയോണേ വന്നിട്ടില്ല വയൽക്ക്, പിന്നല്ലേ കിടാവും. ഇക്കട ചെക്കടൊക്കെ വേണോ? വയലിന്റെ മജ്ലിസിൽ കിടാക്ക വേണോ? ദുവാന്റെ മജ്ലിസിൽ കിടാക്ക വേണോ? എന്താ കൊണ്ടുണ്ടാ ഞങ്ങ ദുവാറക്കുമ്പൊത്തുക ഒരു സമയം അല്ല നോക്കുക, കൈ നേരം ഉണ്ടാ, കൽബ് നേരം ഉണ്ടാ, ഇത് കീസല് കുപ്പി വെച്ചിട്ട് കൂടെ തൊപ്പി വെച്ചിനാമാ നോക്കുക. അതേ ടൈമിൽ കിടാവാമി ചൊല്ലുമ്പൊത്തുക അല്ല നോക്കല. കിടാവിന്റെ ദുവാക്ക് മറയില്ല, അത് അപ്പമേ അല്ല സ്വീകരിച്ചിട്ടായി. അങ്ങ് വേണോ വേണ്ടെന്നല്ല, ബന്ധങ്ങളെ കടത്തോണമെന്നല്ല. ആയെങ്കിലാ കിടാക്കല്ലേ തെല്ലാപ്പുറപ്പുറ കിടാക്കൻ ചൊന്നങ്ങാറ് ബിരിച്ചോട കിടക്കത്തങ്ങ കിടാവ് ചൊന്ന സുലാഭത്തിൽ അറിയണം നിനക്ക്. ബിരിച്ചോടെ കിടക്കാത്ത നിങ്ങൾ നോക്കറോ, കടത്തിയോടെ പറഞ്ഞല്ലേ, ഉറങ്ങിയോടെ കിടക്കല്ലേ, പാടെ ഉമ്മ കുഞ്ചി കിട്ടി കൊണ്ട് കിടത്തോ. അത് കിടാവല്ലേ അതിക്ക് എത്ര അല്ലേ അറിയോ? അപ്പൊ ഞങ്ങൾ ചോറാക്കോ തീരാ, പറയോ തീരാ, ഞങ്ങളെ ഇതാക്കോ തീരാ. ചെറിയ മക്ക അള്ളാഹു ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ ധാരാളം നൽകട്ടെ. മക്കളെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെയും നന്നാക്കട്ടെ. അപ്പോ ഞാൻ എന്തൊക്കെ മക്കളെ വിഷയമൊന്നോ മക്കളെ വിഷയത്തിൽ എന്തെന്നോ എതിരില്ല ദയിച്ചങ്ങളെ തെല്ല് നിങ്ങൾ ഇതാക്കുറ സമാധാനിപ്പിച്ചിട്ട് മെല്ലെ കണ്ണം തുറട്ടണ്ട, സമാധാനത്തിൽ പേടിപ്പിക്കാണ്ട്. ഞങ്ങൾക്ക് അത് വലിയ മിസ്റ്റേക്ക് അല്ലേ, ഞങ്ങൾക്ക് അത് വലിയ മിസ്റ്റേക്ക്. ഞങ്ങ മക്കളല്ല ഔത്ത് പഠിപ്പാട്ടറങ്ങണേ എൽദിയല്ല നീ എൽദിയല്ല ഇബ്രാഹിം നീ എൽദിയേ പാതിയല്ല ബേഗൽദി കപ്പത ചോട്ടിക്കുവേ അങ്ങനല്ല ചൊല്ലണായോ. അങ്ങനെ പേടി പാട്ടി അവൻ ചൊല്ലു. അത് പണ്ടത്തെ കിടാവും, ഇപ്പൊ അങ്ങനത്തെ കിടാവൊന്നും ഇല്ല. ഇപ്പൊ കിടാക്ക് ചൊല്ലു എൽദില്ല നീ എൽതു പോ ചൊല്ലല്ലേ. ഒന്നത് രണ്ടാമത് ആ സ്റ്റൈല് നല്ലതല്ല. പേടിപ്പാച്ചിട്ടല്ല പഠിപ്പിക്കണേ, മറിച്ച് അങ്ങോട്ട് പിരിസ കാട്ടിയിട്ട് അങ്ങക്ക് നല്ല ഓഫർ കൊടുത്തിട്ടു നീ ചന്തത്തിലെഴുതി നിനക്ക് നല്ല ഫസ്റ്റ് അല്ല പറയുമ്മ, നിന്റെ അക്ഷരം നോക്കൂല, നന്റെ അക്ഷരം ഇത്ര ചന്ത ഇല്ലാത്തുമ്മ, എന്ത് ചന്ത നിന്റെ അക്ഷരം മാഷാ അല്ലാ, നീ കുറച്ച് പെൻസിൽ ഗട്ടി പിടിച്ചുകൊണ്ടല്ലേ ഇതിന്റെ കാട്ടി ചന്താവും. നന്റെ നിങ്ങളെന്തില്ലാത്ത അങ്ങനെ ചൊല്ലുമ്പോ കിടാവ് കുസിയാവും. കിടവേഗം നരക കാട്ടിട്ട് പേടിപ്പിക്കണ്ട, സ്വർഗ കാട്ടിട്ട് നിങ്ങൾ അടുപ്പിക്കും. ഇപ്പത്തെ കിടാക്കളെ സ്വർഗ കാട്ടിട്ട് അടുപ്പിക്കണം, നരക കാട്ടിങ് നടക്കേയില്ല അല്ലേ. പണ്ടൊരു ഇബ്രാഹി തന്റെ കിടാവർ ബിൽച്ചി ഇസ്മാലിനെ ബിൽച്ചൂളന്നല്ല ബിൽച്ചി ഖുർആനിലുണ്ടോ ബിൽച്ചിട്ട് കേട്ട് ചൊന്നന്തരം വന്നുണ്ടാ മോണു ഇസ്മായില് നന്നിട്ടൊരു വിഷയം കേക്കറേ, നിന്റെ അഭിപ്രായം ചൊല്ലണോ? ഇവിടെ ചെന്ന് കേക്കുറപ്പ എന്താ ചൊല്ലോ, എന്തൊരു വിഷയ എന്തുമില്ല. ഇന്നി ആ റാഫിൽ മനാമി അന്നി അർബഹുക്ക, നിന്റെ അറുക്കണോന്ന് നക്ക് കിനാവ് കണ്ടു. അല്ല കിനാവ് കാട്ടി ഇത് ഇബ്രാഹിം ചൊല്ലോ ഇസ്മായിൽ റൊട്ട അന്റെ തബ്ബ മോണ്ടൊട്ട മോണോ നിന്റെ അറുക്കണോ നക്ക് കിനാവ് കണ്ടുമാൻ. അപ്പൊ കിടാ ചൊന്നന്തരം വന്നുണ്ടാ റെഡി, ഒരു ഒബ്ജക്ഷനും ഇല്ല, ഞാൻ എന്ത് അപ്രപ്രാക്കില്ല, നാളെ മറ്റൊന്ന് എന്ത് ചൊല്ലലപ്പ ഞാൻ പെടക്കല. അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ആക്കുറബ്ബ, ഞാനതൊക്കെ ബദ്ധ, നിങ്ങളെ ഞാൻ എല്ലാം കൊണ്ട് അനുസരിക്കുമെന്ന്. ആ കിടാവ് ചൊന്ത ഇസ്മായിൽ എത്ര നല്ല അബ്ബ, എത്ര നല്ല കിടാവ് അല്ലേ. ഇത് ഖുർആനല്ലേ. നോക്കാ ഇപ്പൊ ഒരു ഇബ്രാഹിച്ച വന്നിട്ട് തന്റെ മോ ഇസ്മായിലിനെ വിളിച്ചു ചൊല്ലട്ടൂലേ, ഇത്
ಇಪ್ಪ 2024 2024 ಇಪ್ಪ ಇಬ್ಬರು ಆಯ್ಚ ಬಿಳಿಚಿಟ್ಟು ಏಮೋಣ ಇಸ್ಮಾಲೆ ಇಲ್ವಲ್ಲ ഇച്ചാലി എന്റെ അബ്ബ നിന്റെ അർക്ക വേണായിട്ട് ഞാൻ കിനാവ് കണ്ടാന്ന് ചൊന്നെങ്കിൽ അപ്പമേ കിടാവ് ചൊല്ലോ അബ്ബ നിങ്ങളെ വെടി വെച്ച് കൊള്ളണം നാനും കിനാവ് കണ്ടാന്ന് ഗ്യാരണ്ടി ചൊല്ലോ എന്റെ സമാൻ ബദൽ ഗയാ ആ മക്കവും പോയിരും അങ്ങനത്തെ അബ്ബവും പോയിരും എല്ലാം ചേഞ്ച് ആയിരും ഫുള്ള് പണ്ടത്തെ ഇതേ ഇല്ല ഇപ്പ അല്ലാഹു തആല ഞങ്ങളെ നന്നാക്കി തരട്ടെ ഞങ്ങളെ മക്കളെയും അല്ലാഹു നന്നാക്കി തരട്ടെ അതവുള്ളവരും അറിവുള്ളവരും അച്ചടക്കമുള്ളവരും ദീനിനും കുടുംബത്തിനും സമുദായത്തിനും ഉപകാരമുള്ളവരാക്കി അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അല്ലാഹു മാറ്റി തരട്ടെ പറഞ്ഞു വന്നത് ഫാത്തിഹ സൂറത്ത് എല്ലാ റക്അത്തിലും ഓതേണ്ടതുണ്ട് അത് ഒരിക്കലും മിസ്സാവരുത് നഷ്ടപ്പെട്ടു പോവരുത് സൂറത്ത് ഭയങ്കരമാണ് അതിന്റെ ശ്രേഷ്ഠത ഭയങ്കരമാണ് അതിന്റെ പോരിശ ഭയങ്കരമാണ് അത് ഓതിയിട്ട് നല്ലോണം ദുആരെന്നാൽ ഉത്തരം ഉറപ്പാണ് ഫാത്തിഹ തന്നെ ദുആയാണ് സംശയമില്ല ആ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പായിട്ട് കേട് ഇബ്ലീസ് ഓടിയത് 4 ടൈമിൽ ഒന്നും അല്ലാഹ് ലാനത്തിട്ടപ്പോ പിന്നൊന്നും അല്ലാഹ് പുറത്താക്കിയപ്പോ സ്വർഗത്തിന് പിന്നൊന്ന് ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോ എങ്ങനെ ഓടിയ റണ്ണ ഇബ്ലീസ് റണ്ണിംഗ് ആയ തന്നെ അർത്ഥം എങ്ങനെ റണ്ണിംഗ് ആയ ഒന്നുണ്ടാ റണ്ണ ഇബ്ലീസ് റണ്ണിംഗ് ആയ എങ്ങനെ റണ്ണിങ് ബാക്കിന്ന് കാറ്റ് വിട്ടിട്ടു നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു ഊസ് വിട്ടിട്ട് ഓടിയ പെടപടിച്ചിട്ട് ഒരുത്തർ എന്തെല്ലായി ഓണക്ക് ഒരു ഹാലെ ചേഞ്ചായി ഓണക്ക് മൂത്രക്കള്ളിയുടെ ബാരണം ഫലമാ അല്ലെങ്കിൽ ബട്ടട നിന്ന ബാരണം ഫലമാ എന്ത് നമുക്ക് ചൊല്ലാവൂല്ല ആ ടൈപ്പിലായ 4 സമയത്ത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ 3 നാലാമത്തത് ഹീന ഉലിദൻ നബിയോ ഹീന ഉലിദൻ നബിയോ മുസ്തഫായ റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട സമയ ക്രിസ്തുവർഷ 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 അന്ന് ആമിന റളിയല്ലാഹു അൻഹ ആ ലോകത്തിന്റെ വിളക്കിനെ ആ റഹ്മത്തുൽ ആലമീനെ ഈ ലോകത്തേക്ക് പെറ്റ നേരത്ത് പ്രസവിച്ച നേരത്ത് ഇബ്ലീസ് അട്ടഹസിച്ചോ അവൻ കരഞ്ഞോ അവന് ഭ്രാന്തളകി അവതാ ഗ്യാസ് വിട്ടോണ്ട് ഓടിയ എന്നാൽ അവന്റെ അനുയായികൾ ഇന്നുണ്ടോ ആ അന്ന് പാട്ടൊരു വീഡിയോ കണ്ടേ ഫേസ്ബുക്കിൽ ഗൾഫ് കൺട്രിയിൽ വലിയൊരു മജ്ലിസ് ഇന്ത് നബിദിനത്തിന് ഒരു ഫംഗ്ഷൻ ആയിരങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുത്തത് അങ്കന്തു ദീന് പറഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞിട്ടില്ല ഓണക്ക് മാത്രം അറിഞ്ഞു ഇന്നലെ ആ ബേക്കറിൽ വെച്ചിട്ടുന്നോ മുഞ്ഞാന്ന് കല്ലിന്റെ കൽപ്പണിൽ ഇന്ന ഇന്ത് വന്നൊരു ചൊല്ല ഉസ്താദിക്ക് എന്ത് പറയാലേ 12 കൊല്ലം ദർസിൽ ഓതിർ 4 കൊല്ലം കോളേജിൽ ഓതി കിതാബെല്ലാം കണ്ടു അവൻ കിതാബ് പോയിട്ട് കിതാബിന്റെ ബൈൻഡ് കൂടി ഓൻ കണ്ടിട്ടില്ല അവൻ ചെന്നോണ്ടുള്ള ഉസ്താദിക്ക് എന്ത് പറയാലേ അങ്ങനെ ഈ ഫേസ്ബുക്കിൽ കണ്ട വീഡിയോ അതിന്റെ അടിയിൽ കുറെ കമന്റ് ഉണ്ട് അഭിപ്രായം അതിൽ കുറെ ഹൈന്ദവ സഹോദരന്മാർ ഹിന്ദു സഹോദരന്മാരും കമന്റ് ഇട്ടാ വെരി ഗുഡ് നൈസ് പ്രൗഡ് പിന്നെ പ്രൊഫറ്റ് മുഹമ്മദ് നല്ലത് നല്ല പ്രവാചകന്റെ ജന്മദിന സൂപ്പർ എന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഒരു മുഹമ്മദ എന്താ അബ്ദുറഹ്മാന ഇക്ബാല നൗഫൽ എന്തോ പേരുള്ള ഞങ്ങളെ ജാതിയിൽ പെട്ട ഒരുത്ത അടിയിൽ കമന്റ് ഇട്ടറാ ഓണുകു റീപ്ലൈ കൊടുത്തറാ ഓണുകു ഇട്ട ഈ അമുസ്ലിംക്ക് റീപ്ലൈ കൊടുത്തറാ ഇത് ഇസ്ലാമിന്റെ ആചാര അല്ല ആർക്ക് അഭിപ്രായിട്ട രമണ അഭിപ്രായിട്ട കൃഷ്ണ അഭിപ്രായ നൈസ് എന്നിട്ട് ഗോവിന്ദക്ക് ഓ റീപ്ലൈ കൊടുക്കറോ ഇത് ഇസ്ലാമിക ആചാര അല്ല ഇത് അനാചാര ദുരാചാര നിന്റെ കണ്ടിട്ട് അങ്ങ് നന്നാവണയോ അല്ല ഇത് അങ്ങളെ ബൈ മിസ്റ്റേക്ക് ആക്കിടമ അങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ആക്കിടമ നീ എന്ത് വിചാരിച്ചേ നിന്റെ അല്ല ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലേ റസൂലിന്റെ കാലത്ത് ഇല്ലല്ലേന്ന് ഇങ്ങനെ പന്തള് ഇങ്ങനെ മിഞ്ചറ് ഇങ്ങനെ ഡെക്കറേഷൻ ഇല്ലല്ല ബാവാ നബി തങ്ങ ഇങ്ങനെ ആക്കിയിട്ടില്ലല്ല ബാവാ ഒക്ക അങ്ങനെ നീ പള്ളിക്ക് മിനാർ എങ്ങനെ വെച്ച നിന്റെ പള്ളിക്ക് റസൂലിന്റെ കാലത്ത് പള്ളിക്ക് മിനാർ ഇന്താ നീ ഫസ്റ്റ് പോയിട്ട് പള്ളിന്റെ മിനാർ എടുത്തിട്ട് പിന്നെ കൂടെ ഡെക്കറേഷൻ എടുക്കോ
നീയാണ് നിന്റെ പള്ളിക്ക് കമ്മിറ്റി ആക്കിയ പ്രസിഡന്റ്, സെക്രട്ടറി, ഗൗരവാധ്യക്ഷ, മെമ്പർ, പദാധികാരി, സലഹ സമിതി കമ്മിറ്റി ആക്കിയിട്ടില്ലേ? നിന്റെ പള്ളിക്ക്, ഞങ്ങളെ പള്ളിയല്ല, നിന്റെ പള്ളിക്ക് നീ കമ്മിറ്റി ആക്കിയിട്ടില്ലേ? റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് റസൂലുള്ളാഹി കമ്മിറ്റി ആക്കിറാ. എന്റെ സിദ്ദീഖ് റളിയല്ലാഹു സെക്രട്ടേറിയറ്റ് എന്താ പുതിയതല്ലേ? നിന്റെ അറബി കോളേജ്, ശരീഅത്ത് കോളേജ്, മദ്രസ അത് റസൂലിന്റെ കാലത്തിന്ത. നിന്റെ സിലബസ്, പാഠ്യപദ്ധതി, പുസ്തക ഇത് റസൂലിന്റെ കാലത്തിന്ത. വേണ്ട ചങ്ങായി, റസൂലിന്റെ കാലത്ത് നീ ഇണ്ടുപോയ സ്വിഫ്റ്റ് കാറുണ്ടാ? നീ കത്തലേ പോണ്ടേ? നീ അങ്ങ് പോയത് മാത്രം പിടിക്കണമെങ്കിൽ നീ അണ്ട് പോയ പോലെ കത്തലേ പോണ്ടേ? നീ സ്വിഫ്റ്റ് കാർ എടുക്ക തീരുവാ? ഇപ്പൊ എന്താക്കറോ എന്തോ ആക്കണ്ട, ഇങ്ങതാ നാ കൊണ്ടോണ്ട. റസൂലിന്റെ കാലത്ത് ഇല്ലെന്നും സാരമില്ല. അത് ഖുർആനെതിരായില്ലെങ്കായി, അത് ഹദീസിനെതിരായില്ലെങ്കായി, അത് മഹാന്മാർ പറഞ്ഞ ഇജ്മാഇന് എതിരായില്ലെങ്കിലായി. ഏത് നല്ലതും കൊണ്ടുവരാ. ആ നല്ലത് കൊണ്ടുവന്നെങ്കിൽ അത് ഖുർആനെതിരാവോ തീരാ, അത് ഹദീസിനെതിരാവോ തീരാ. അങ്ങനെ കൊണ്ടുവന്നതായിട്ട് പള്ളിന്റെ മിനാറ, മദ്രസ, കോളേജ്, ബിൽഡിംഗ്, സിലബസ് ഇതുപോലത്തെ പുതിയ പുതിയ ടെക്നോളജികള് അണ്ടത്തത് മാത്രം ആവണം ചെന്നെങ്കിൽ നീ അങ്ങനെ ഈ തൊണ്ട പൊട്ടിച്ചിട്ട് മൈക്കൽ മുണ്ടിയോണ്ടുള്ള മൈക്ക് അണ്ടുണ്ടാ? റസൂലിന്റെ കാലത്തുണ്ടാ? ഇല്ല. പക്ഷെ നീ എങ്ങനെ ഉപയോഗിച്ച അത് ഖുർആനെതിരല്ല, അത് ഹദീസിനെതിരല്ല, അത് പ്രമാണങ്ങൾക്കെതിരല്ല. അതുകൊണ്ട് നീ മൈക്ക് ഉപയോഗിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്തുകൊണ്ടുണ്ടാ? നല്ല കാര്യ, ജായിസായ കാര്യ. ഏത് ഖുർആനെതിരല്ലെങ്കിൽ, ഹദീസിനെതിരല്ലെങ്കിൽ, ഇജ്മാഇനെതിരല്ലെങ്കിൽ കൊണ്ടുവരാ. അപ്പൊ അതിൽ പെട്ടതായിട്ട് നബിദീന. പക്ഷെ അതിന്റെ ബേസിക്, അതിന്റെ അടിസ്ഥാന, അതിന്റെ ഫൗണ്ടേഷന് പണ്ടേ വേണോ? അതുണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങളൊട്ട സഹാബത്ത് കേട്ട് പൊന്നാരന് തിങ്കളാഴ്ചന്റെ നോമ്പ് നോക്കണല്ലേ നബിയെ? നിങ്ങളല്ല പറഞ്ഞ സുന്നത്ത് നോമ്പോക്കണോന്ന്? എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പോക്കല് സുന്നത്തുണ്ട്. അയാൾ കേട്ടോണ്ടു, നീ നോക്കിരേ, നോക്കാട്ടിക്കട്ടെ, അത് വേറെ വിഷയ. ഏതായാലും തിങ്കളാഴ്ച വ്യാസം നോക്കണം, വേളാഴ്ച എന്ത് നോക്കണം നബിയെ? എല്ലാ വേളാഴ്ചയും നോമ്പ് നോക്കണം ചൊല്ല. കാരണം ഞങ്ങൾ ചെയ്ത എല്ലാ നല്ല അമലുകൾ, കർമ്മങ്ങൾ, ഞങ്ങളെ ഓത്ത്, ബൈത്ത്, നിസ്കാരം, സദക്ക, അത് ഇത് എല്ലാം അല്ലാഹു തആലാന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നത് എല്ലാ വ്യാഴാഴ്ചയാണ്. ഡെയിലി മിത്തക്ക് പോകുന്നില്ല, അതൊരു സ്പേസിൽ നിൽക്കും. ഞങ്ങളെ എല്ലാ ഈ സൽക്കർമ്മങ്ങളെല്ലാം, ഞങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യവും അതൊരു സ്പേസിൽ നിൽക്കും, അന്തരീക്ഷದಲ್ಲಿ സ്റ്റോപ്പ്. അത് വ്യാഴാഴ്ച ആകുമ്പോ യുർഫഉൽ അമാൽ, അമലുകളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിം. നാണ് നന്റെ അമൽ ഉയർത്തപ്പെടുമ്പോ നോമ്പുകാരനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ ഇഷ്ടപ്പെടുറേ. അപ്പൊ നിങ്ങൾ വ്യാഴാഴ്ച എല്ലാം നോമ്പോക്കറു. കാരണം നല്ലൊരു അവസ്ഥയിലുണ്ടാവുമ്പോൾ നല്ല നിലയ്ക്കല്ലോ പോത് പൊന്തു അല്ലേ അല്ലേ? നിങ്ങൾ ഒരു സപ്പോർട്ടും കൂടി കൊടുത്തെങ്കിൽ നല്ല ചന്തത്തിൽ പൊന്തല്ലേ? തിരിഞ്ഞിട്ടില്ല. അപ്പൊ നബിയെ തിങ്കളാസന്റെ നോമ്പെന്തേ? സഹാബിക കേട്ടാറ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഫീഹി ഉലിതോ, ഫീഹി ഉലിതോ, ലാക ഫീഹി ഉലിതോ. അന്നാണ് നന്റെ ബർത്ത്ഡേ. അതുകൊണ്ടൊന്ന് നോമ്പെന്ന ആചാരം നിങ്ങൾക്ക് സുന്നത്തുണ്ട്. പക്ഷെ നോമ്പ് മാത്രാണോ വേറെന്തോ ആവലാൻ ചൊന്നിട്ടില്ല. ആ നാളിനെ നിങ്ങൾ ബഹുമാനിക്കണോ ചൊന്തോ, ആ നാളിനെ നിങ്ങൾ ഗൗനിക്കണോ ചൊന്തോ, ആ നാളിനെ നിങ്ങൾ പരിഗണിക്കണോ ചൊന്തോ, ആ നാൾക്ക് നിങ്ങൾ റെസ്പെക്ട് കൊടുക്കണോ ചൊന്തോ. അത് എങ്ങനെ കൊടുക്കണോ? നോമ്പ് ആവോ? നോമ്പേ ആണോ ചൊന്നിട്ടില്ല, നോമ്പ് ആവോ? ഇനി റെസ്പെക്ട് കൊടുക്കുന്ന എന്തെല്ലാം വയ്യുണ്ടോ? പാവങ്ങൾക്ക് ഭക്ഷണ കിറ്റ്, ഷീർണി, മൗലുദ്, ദിക്ർ, അത് ഇതെല്ലാം അല്ലാഹ്ക്ക് ശുക്ർ തന്നെ. ആ ബെല്ല് നിയമത്തിക്ക് ശുക്ർ എങ്ങനെയോ ആക്കാം. ശുക്രു മമ്മദാജിന്റെ മോൻ ശുക്ർ അല്ല. അല്ലാഹു തആല ഞങ്ങൾക്ക് തന്ന നിയമത്തിക്ക് ഒരു ശുക്ർ വേണ്ടേ? ഒരു നന്ദി വേണ്ടേ? കൃതജ്ഞത വേണ്ടേ? നിങ്ങത്തെല്ലാം തല ആൾത്തുറുബാവ. ഞാൻ ഇത്രല്ല ടേഡായിട്ടൂടെ തൊണ്ട കീറിട്ടില്ല. നിങ്ങത്തെല്ലാം സപ്പോർട്ടാക്കുമ്പോ നക്ക് നന്റെ ബച്ചൽ മറക്കിടും. നിങ്ങെന്ത് വിചാരിച്ചോ? മൈക്ക കിട്ടുമ്പോ ഇയാൾക്ക് എന്ത് അല്ലേ അല്ലേ? അതുകൂടെ നിന്നിട്ട് നോക്കണം. അപ്പറയും നണ്ടൊട്ട് മേലിട്ട് ഒരാള് ഉസ്താദ് 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 നണ്ടൊട്ടമേ ഒരാൾ കേട്ടിട്ടുണ്ടാ? ഉസ്താദ് നിങ്ങെന്തല്ലേ എന്ത് നിങ്ങൾ ഇങ്ങനാക്കിയ 5 ഇങ്ങനാക്കിയ 10 എന്തു വലക്കം?
രണ്ടോട്ട് മീ കേട്ടോ ആര് തന്നോ? നല്ല മനുഷ്യന്മാരായ നിങ്ങയുണ്ട് തന്നെങ്കിൽ ആയി പോയി നെഞ്ചി, ഇല്ലെങ്കിൽ അതും ഇല്ല. എത്ര ഉസ്താദ് മെല്ലെ ബഗ്ഗീത്തി എന്താ മാർഗം? എത്രയോ ആട്ട് അള്ളാഹു തന്നതിൽ ബർക്കത്താക്കട്ടെ. അള്ളാഹു ഞങ്ങളെ വയലും ഫംഗ്ഷനും പൈസക്കുള്ള പണിയാക്കിയിട്ട് അള്ളാഹു മാറ്റാതിരിക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകട്ടെ. അപ്പൊ കൂടെ ഉള്ള കഷ്ട അത് ചൊന്നങ്ങറിയാം. നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾ ഈ മുണ്ടാണ്ട് ജണ്ട് കണ്ട് ജയിക്കുമുണ്ടല്ലേ, നിങ്ങളും ഭയങ്കര ടയർഡ് ആവുക. നിങ്ങൾക്കും അങ്ങനെ ഒരാടത്ത് എത്ര നേരം ഇരിക്കുക, ഒരാടത്ത് എത്ര നേരം നിൽക്കുക, ഒരാടത്ത് എത്ര നേരം ആടാ, അത് ബുദ്ധിമുട്ട് തന്നെ അല്ലേ? അപ്പൊ നിങ്ങൾക്കും ആ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഒന്നുണ്ടോ? ആയെങ്കിലാ കെല്ല് നിങ്ങൾ അപ്പുറം ആടുമ്പോ ഒരു സ്ഥലത്തെല്ലാം ചൊല്ലുമ്പോ ഞങ്ങൾക്ക് ജണ്ട് കൂട്ടു റാഹത്താവിടൂ. ഒരു മിനിറ്റ് നിൽക്കറോ, ഒരു മിനിറ്റ് നിൽക്കറോ, ചൊല്ലറോ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും യാ നബി. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ما رأينا العيسى حنت في السورة إلا إليك والغمام قد أضلت والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഞാൻ ചെല്ല് പിന്നെ പോയാൽ മതി. ഒന്നോ രണ്ടാമത് പട്ടത്ത് ചെല്ല് മറന്നു എഴുതിട്ടല്ലേ പറ്റത്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം പിരിശമ്പക്കാണ, എപ്പോഴും സലാത്ത് ചൊല്ലണ, നബി തങ്ങളെ സുന്നത്ത് പിന്നെ ഹയാത്താക്കണ, നബി തങ്ങളെ മേലെ എപ്പോഴും സലാത്ത് ചൊല്ലണ. അല്ലാഹു തആല ഒരിക്കലും തട്ടിക്കളയാത്ത അമല്, ഒരിക്കലും ബാത്തിലാക്കി കളയാത്ത അമല്, ഒരിക്കലും നിഷ്ഫലമാക്കാത്ത അമല് അത് സ്വലാത്ത് മാത്രമാണ്. ഞാൻ പാട്ട് ചൊന്ന വിഷയ പാതിയിലായതാ, വിഷയം ഫുള്ളായിട്ടല്ലേ ഞാൻ എന്തോന്ന് ചൊന്നോണ്ട് വന്നോണ്ടിരുന്ന, അത് ഫുള്ളായിരല്ലേ? അല്ല പാതിലായ ഇല്ലല്ലേ? അല്ല ഞാൻ എന്തോ നിങ്ങളെ നിപ്പാട്ടിയെ, അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തോ വിഷയം ചൊന്നോണ്ടിരുന്ന, അപ്പൊ അത് പാതിലായതാന്നില്ലല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾ അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. ഉപകാരപ്പെടുന്ന ഇൽമ അള്ളാഹു താല ഞങ്ങൾക്ക് നല്ലോണം തരട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്നാണ് ഇവൻ കരഞ്ഞത്, ഇവൻ ഓടിയത്. ഇന്നും ആ നബിദിനം വരുമ്പോ കരയുന്നവരുണ്ട്. നബിദിനം പാടില്ല എന്ന് പറയുന്നതിന് നബി തങ്ങളെ 12 പെട്ടിട്ടില്ല എന്ന് ഒന്ന് ജൽദാറ്, പിന്നൊരിക്കൽ ജൽദാർ റബീഉൽ അവ്വൽ ആചരണ പാടില്ല. കാരണം എന്തുകൊണ്ടുണ്ടാ? നബി തങ്ങളെ അബ്ബ ഉമ്മ കാഫിറായിട്ടിക്കേട്. ഇതെല്ലാം അങ്ങ് ചൊല്ല ഡയലോഗ് സ്വന്തം ബോബറങ്ങളെ ചൊല്ലുവാറാ. നിങ്ങൾ ഈ മൈക്ക കെട്ടിയിട്ട് റോഡ് സൈഡിലല്ല നബി തങ്ങൾ അബ്ബ കാഫർ ഉമ്മ കാഫർ, നബി തങ്ങൾ അബ്ബൻ നരകത്തില് ഉമ്മ നരകത്തിലും ചൊല്ലുമ്പോ മദീനത്തെ റൗദയിൽ കടന്നിട്ട് ഇതെല്ലാം കാണ്ട റസൂലുള്ളാഹിക്ക് സമാധാനാവാ?
നിങ്ങളെന്ത് വലക്കര സ്പീച്ചിലത് നിങ്ങൾ നബിദിനെ ആക്കണ്ട പോവാ നിങ്ങൾ നിസ്കരിച്ചില്ലെങ്ങും ആവും അല്ല ചൊല്ലുടെ വിഷയ നിങ്ങൾ ഇങ്ങനല്ല ചൊല്ലണ്ട അത് എത്ര കൽബ് നമ്പളാവും ആര് കൊണ്ടുണ്ട അബൂജഹല് ആര് നബി തങ്ങളെ ഏറ്റവും വലിയ ശത്രു അല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ബദ്ധവൈരി അജന്മ ശത്രു മാത്രല്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു എല്ലാ നബിമാർക്കും വലിയൊരു പോക്കിരിയെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാ നബിമാർക്കും വലിയൊരു റൗഡിയെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട് ഒരക്രമിയെ എന്നാൽ എന്റെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഫിർഔനാണ് അബൂജഹല് ലഅനത്തുല്ലാഹി അലൈഹി വലിയ അക്രമിയാണ് ഹബീബായ നബി തങ്ങളെ നല്ലോണം വേദനിപ്പിച്ചവനാണ് ബദറിൽ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും അവൻ ലോകം കണ്ട കാലം കണ്ട ഏറ്റവും വലിയ ഫിത്നക്കാരനാണ് അല്ലേ 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 അവന്റെ മോനായിട്ടിക്കട മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ചരിത്രം പഠിക്കണോ നിങ്ങൾ ചരിത്രം പഠിക്കണോ നിങ്ങൾ ബാലഗംഗാധര തിലകന്റെയും അതുപോലെ തന്നെ SM കൃഷ്ണ ഞങ്ങളെ മുൻ മുഖ്യമന്ത്രി അയാളത് മാത്രം സ്റ്റോറി പഠിച്ചാൽ മതിയാവല്ല ഇത് ഈ ഹിസ്റ്ററി എല്ലാം പഠിക്കണത്തില്ല ഹിസ്റ്ററി എല്ലാവർക്കും പഠിക്കണോ സാബിറ കമ്പത വസതി ഡൽഹി ആഗ്ര ഫോർട്ട് അത് ഇത് എല്ലാം പഠിക്കുമ്പോ ഇതും പഠിക്കണോ ഇസ്ലാമിന്റെ കേട്ടപ്പോ എന്തോ അറിയാല നോക്ക പണ്ട് മദ്രസയിൽ അയാൾ ഫസ്റ്റ് റാങ്ക് എടുത്തത് മലായിക്കത്തി നിങ്ങളെ 10 ആള് പേര് ചൊന്നിട്ടു അയാൾ ഇപ്പൊ വിളിയല്ലോ നീ അയാൾക്ക് ഇപ്പൊ 43 വയസ്സുണ്ട് 3 കിട ക്ലബ്ബ വിളിച്ചിട്ട് കേക്ക് 6 10 നബിമാർ പേര് ചൊല്ലു പണ്ട് നീ പ്രഥമ ബഹുമാനം കൊണ്ടേ 4 ക്ലാസ് ഇപ്പൊ നാ സൈക്കോളജി മേക്കിട്ട് നിക്ക് ഫസ്റ്റ് ചൊല്ലു വേണ്ട നമുക്കൊരു യാസീനോദു അവൻ യാസീനോദ തുടങ്ങി ഞങ്ങൾക്ക് സർക്കാർ കണ്ടിട്ട് ഗ്രൗണ്ട് വന്ന പോലെ തീരെ ഇല്ല വായത്തുല്ലോ മന്നാമല്ല വായത്തുല്ലോ ഈ തുറിച്ചോ അല്ലേ തമാശ അങ്ങനെ ചില ആൾമാർ കൊണ്ടേയില്ല എല്ലാം മിസ് വട്ടാരാപ്പറ ആൾക്കുൾത്താവും ഞങ്ങൾ മുസ്ലിം പേര് മുസ്ലിം ഫാത്തിയ പണില്ല യാസീന പണില്ല ദീൻ അറിയല്ല എന്തോ അറിയാം 5 നേരം നിസ്കാരം ഇല്ല എന്തും ഇല്ല നബിദിനാചരണാക്കിറ മൗലിദോദിറ എല്ലാക്കിറ ജാവിഡിയെ കെട്ടുവേണായിട്ട് പന്തലുടെ വേണായിട്ട് 2 ഗಂಟത്തോളം ഓടിയുന്ന സുബൈ ഗണിച്ചപ്പ പോന്നെ 10 കേൾക്കുമ്പോ ചൊന്നന്ത്രം വന്നുണ്ട നാണ് ജാവ് ലൈറ്റ് ഇട്ടേ നീ ലൈറ്റ് ഇടണ്ട എന്തൊക്കെ സുബൈ നിസ്കാരക്കല്ലാക്കിട്ട് ലൈറ്റ് ഇട പോയോ അല്ലോ സൈ ഇട്ടതുക്ക് കൂലിയില്ലേ ഇട്ടതുക്ക് എങ്ങനെ കൂലി അല്ല നബിതങ്ങളെ ജന്മദിനല്ലേ മുസ്തഫായ നബിതങ്ങളെ നാളല്ലേ എന്നാ ഈലും ഞാൻ അത് ഇട്ടേ സഭ ആ മഹബത്തുക്ക് കൂലിക്കോ പക്ഷെ നിസ്കാരക്കല്ലാക്കിയ കുറ്റ അത് വലുതല്ലേ അത് തപ്പും ചൊല്ല പക്ഷെ ഫർള് അത് എടുക്കണ്ടേ അത് വേണ്ടേ അതെങ്ങനെ ഒഴിവാക്കൂ എന്ത് ന്യായത്തിൽ ഒഴിവാക്കോ സുന്നത്തെടുക്കും ചൊന്നിട്ട് കുറെ ഹറാമേത്ത് കൂട്ടണമാ സിയാർത്താക്ക പോണ്ടേ ചൊന്നിട്ടോ ഉറൂസാക്കടെ ചൊന്നിട്ട് കുറെ ഹറാമേത്താക്കട അവിടെ പോയിട്ട് അത് പാടില്ലല്ലേ അത് പാടില്ല അത് ഒരിക്കലും പാടില്ല ഹറാമ ഹറാമായിട്ട് തന്നെ ഒഴിവാക്കണ കറാത്ത് കറാത്തായിട്ട് തന്നെ ഒഴിവാക്കണ മുത്തുനബി തങ്ങളെ സുന്നത്ത് നല്ലോണം ജീവിതത്തിൽ വേണം ഹബീബായ നബി തങ്ങളെ മേലെ നല്ല പിരിശപ്പാട് വേണം ഹബീബായ നബി തങ്ങളെ ധാരാളം സലാത്ത് ചൊല്ലണ സുബ്ഹാനല്ലാഹ് പൊന്നാര നബിതങ്ങളെ കൽബ് തുറന്നിട്ട് പിരിശം വെക്കുന്നോന് പൊന്നാര നബിതങ്ങളെ മനസ്സറിഞ്ഞിട്ട് പിരിശം വെക്കുറോളുക പൊന്നാര നബിതങ്ങളെ മേലെ നല്ലോണം സ്വലാത്ത് ചൊല്ല ആണുങ്ങക്ക് പെണ്ണുങ്ങക്ക് നബിതങ്ങളെ കാണും കേട്ടോ മരിക്കറ മുന്നോളെ കാണും കേട്ടോ നബിതങ്ങളെ പിരിശം വെച്ച ആൾമാർ നബിതങ്ങളെ കിനാവല് കാണാറ് എത്ര ആളെ കണ്ടാറ് കയ്യാത്തണ്ട വിത്ത് വി നാണോട് കൂടി കേക്കുற എത്ര ആളെ കണ്ടാറ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ചൊല്ലറോ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കണ്ണിയത്ത് ഉസ്താദ് കണ്ടാറ് നിങ്ങ കണ്ണിയത്ത് ഉസ്താദ് ആർന്നു കൊത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ വലിയ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യ വലിയ മഹാന ജീവിതത്തിൽ ഒരു ഹറാമ് പോയിട്ട് കറാത്ത് പോലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല അത് ഭയങ്കര അത്ഭുതമല്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹറാമ് പോയിട്ട് കറാത്തേ വന്നിട്ടില്ലേന്ന് കറാത്ത് ഇങ്ങോട്ടായ എന്തേ എതിർക്ക് തുപ്പല് കറാഹത്ത് ബലത്തെ സൈഡിക്ക് തുപ്പല് കറാഹത്ത് ചെരുപ്പിടാണ്ട് ടോയ്ലറ്റ് പോലെ കറാഹത്ത് തലമറക്കാണ്ട് നിസ്കരിക്കല് കറാഹത്ത്
എതിർക്ക് തുപ്പിട്ടില്ല ജീവിതത്തിൽ. അയാൾ എത്ര വർഷം ജീവിച്ചിട്ട് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? പെണ്ണുങ്ങളുടെ വയല് കേൾക്കറല്ലേ, അവിടെ സൗണ്ട് എല്ലാം ക്ലിയർ ഉണ്ടല്ലേ? വാ വാ ഉണ്ടല്ലേ, പെണ്ണുങ്ങളുണ്ടല്ലേ? അല്ല ഇതിൽ കീഴിൽ എഴുതിയൊരു സ്ത്രീയರಿಗೆ പ്രത്യേക സ്ഥലാവകാശ വാട തെങ്ങറ മർത്ത അല്ലല്ലേ? അവിടെയും പന്തളെല്ലാം ഉണ്ടല്ലേ? പിന്നെ കാല അച്ചടിച്ച മയവല്ലേ, അത് അതേപോലെ ആക്കണം, അല്ലെങ്കിൽ അത് മേലാൽ എഴുതുതീരാ. പെണ്ണുങ്ങൾക്ക് അതിനുള്ള സൗകര്യം എല്ലാം ആക്കിയിട്ട് കൂടെ എഴുതിയ അർത്ഥമുണ്ട്. അല്ലാണ്ട് പെണ്ണ് സ്ത്രീയರಿಗೆ പ്രത്യേക സ്ഥല ഞാൻ നോക്കുമ്പോ ഞങ്ങൾ മറച്ചു പോ. എന്ത് പ്രത്യേക സ്ഥല? അതെപ്പോഴും ഉള്ളതേ. ഇത് പ്രസ്സുകൾ അച്ചുണ്ടി അടിച്ചങ്ങാവും ഇങ്ങനെ കൊടുക്കും. മാഷാ അല്ലാഹു തആല ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരെയും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഞാൻ എന്തിനു ചെന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കറാഹത്ത് പോലെ അയാൾ ജീവിതത്തിൽ വന്നിട്ടില്ല. ഈ SKSSF, ഈ SKSBV, ഈ വിക്കായ ഇതെല്ലാം രൂപീകരണം ആക്കിയിട്ട് ഈ മക്കൾക്ക് വേണമായിട്ട് ദുആറുന്ന ആളായിട്ട് കിട മഹാനായ കണ്ണിയത്തോ. ചെറിയ ആളല്ല, അയാള് 90 വർഷത്തിലേറെ ജീവിച്ചിട്ട് അതിന്റെ ഇടയില് ഹറാമ് പോയിട്ട് ഒരു കറാത്ത് പോലും വന്നിട്ടില്ല. അതായത് അയാളെ ജീവമാനത്തിൽ അയാൾ എതിർക്ക് തുപ്പിട്ടില്ല, വലത്തെ സൈഡും തുപ്പിട്ടില്ല. കറാത്തല്ലേ? കറാത്തല്ല. അനിവാര്യ ഘട്ടത്തിൽ തുപ്പ. നിങ്ങൾ നണ്ട് നോക്കൂ ബാവ, പോണ്ട പണ്ട ബസ്സെല്ലാം നോക്കൂ. എനിക്ക് ബസ് കണ്ടിട്ടില്ല. അനിവാര്യ ഘട്ട, സന്ദിഗ്ധ ഘട്ട, ഒഴിവാക്കാൻ പറ്റാത്ത പരിസ്ഥിതിയിൽ തുപ്പ. ഇപ്പൊ ഉദാഹരണക്ക് ഞാനിങ്ങനെ നടന്നോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ബലത്തെ സൈഡിൽ ഉസ്താദുണ്ടോ, എതിർത്ത സൈഡിൽ അറിവില്ല, അപ്പൊ ഞാൻ എന്താക്കണം? എൻ്റെ എടുത്ത സൈഡിൽ ഉസ്താദുണ്ടോ, എതിർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ടുള്ള നക്ക് തുപ്പുണ്ട്, അപ്പൊ ഞാൻ എന്താക്കണം? വലത്തെ സൈഡ് തുപ്പ. അപ്പൊ കറാഹത്തില്ല. എന്തേ കൂടെ തുപ്പിങ്ങിയാൽ മേൽക്കൽ പോടോ, തെറ്റല്ലേ? ഞങ്ങൾ നോക്കിയാമാ ഞങ്ങ വലത്തെ സൈഡ് തുപ്പിരോ, ഞങ്ങ ഇടത്തെ കയ്യിലേ തണ്ണി കുടിച്ചോ, എളാപ മൂത്തു ഈല വന്നോണ്ടുണ്ടെങ്കിൽ അയാളെ നെഞ്ഞികേ തുപ്പിയോ. ഓ അർസുണ്ടോ മുന്നമേ എന്താമത്തില്ല, നറുക്ക് മറിഞ്ഞത് കൊടുത്തിട്ടില്ല എന്താ ആർക്കും? ജീവിതത്തിൽ ഒരു കറാത്ത് പോലും എടുത്തില്ല മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനരുടെ മദദും ബർക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ്. ശംസുൽ മതങ്ങളെ ഉസ്താദാണ്. ഒരുപാട് ആയിരക്കണക്കിന് ഉസ്താദുമാരുടെ ഉസ്താദാണ്. മരിച്ചുപോയി. ആ മഹാന്റെ അടുക്കല് ഒരാള് വന്നിട്ട് ചൊല്ലൂല, നിബിതങ്ങളെ കാണവേണായിട്ട് ഉസ്താദ് ദുആറക്കോണോ, നിബിതങ്ങളെ കിനാവില് കാണവേണായിട്ട് ഉസ്താദ് ദുആറക്കോണോ. ഉസ്താദ് എടുത്ത വായിക്ക് കേട്ടെന്തോന്നുണ്ടാ, ഇന്നോള് നബിതങ്ങളെ കണ്ടിട്ടില്ലേ? ഇത്ര ഏജ് ആയിട്ട് നബിതങ്ങളെ ഒരു വട്ടവും കണ്ടിട്ടേ ഇല്ലേ? അങ്ങനെ കേൾക്കണമെങ്കിൽ ആ മഹാൻ എത്ര വട്ടം കണ്ടിട്ടിക്കണോ? എത്ര വട്ടം കണ്ടിട്ടിക്കണോ? നബി തങ്ങളെ പല വട്ടവും കണ്ടു. ഒരവസരം കണ്ണിയത്തോറതാ ക്ലാസ്സിൽ വന്നിട്ടിരിക്കുമ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്. കണ്ണിൽ നിന്നിട്ട് ഇങ്ങനെ വെള്ളമൊഴുകുന്നു. സന്തോഷം കൊണ്ട് മഹാനതങ്ങനെ ഭയങ്കര ഹാപ്പിനെസ്സിലാണ്. കൂടെയുള്ള ഉസ്താദുമാർ, മഹാന്മാർ, ശിഷ്യന്മാർ കേട്ട്, അല്ല ഉസ്താദെ നിങ്ങന്റെ ഇന്ന് ഭയങ്കര ജിഗറില്, ഇന്ന് ഭയങ്കര ഹാപ്പിയില്, ഇന്ന് ഭയങ്കര ലവളവിക്കല്, ഇന്നെന്താ ഭയങ്കര കൊശിയില് എന്ന് കേട്ടപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, മക്കള് ഞാൻ ഇന്ന് റസൂലുള്ളാഹി തങ്ങളെ കിനാവ് കണ്ടപ്പോ ഞാൻ സാധാരണ നബി തങ്ങളെ കാണലുണ്ട്. ഇന്നലെ രാത്രി കണ്ടപ്പോ ഞാൻ നബി തങ്ങളോട് കേട്ട്, നബിയെ ഞാൻ നിങ്ങളെ പലവട്ടവും കണ്ടു നബിയെ, പക്ഷെ നിങ്ങളാ മുതുകത്തുള്ള പ്രവാചക മുദ്ര കണ്ടിട്ടില്ല. നബി തങ്ങളെ മുതുകത്തൊരു മുദ്ര ഉണ്ടോ? അല്ല വെച്ചൊരു സീലുണ്ടോ? ഖത്തുമുൻ നുബുവത്തിന്റെ ഒരു മുദ്ര ഉണ്ടോ? അത് നക്കിണ്ട് കാട്ടണ നബിയെ എന്ന് ചൊന്നപ്പോ ഹബീബായ റസൂലുള്ളാഹ് നക്കത് തുറന്ന് കാട്ടിട്ട് മഹാനായ കണ്ണിയത്തോരേ ഉസ്താദെ നക്ക് കാണവേണായിട്ട് നിങ്ങൾ ദ്വാരക്കൊണ്ടും ചൊല്ലുമ്പോ നീണ്ടോളെ നബി ഞങ്ങളെ കിനാവിലും കണ്ടിട്ടില്ലേ എന്ന് കേട്ടൂല. ഞങ്ങ പൊട്ടി സ്വന്തം എന്ത് കേട്ടിയാല്
അപ്പൊ ഞങ്ങളെ ഈമാൻ ഇപ്പൊ കറക്റ്റായിടാ. ഇപ്പൊ നണ്ടല്ലേ നിക്ക് കാണുമ്പോ ഭയങ്കര ഹോജരാജോടെ പോലെ കാണില്ലേ നണ്ട കാണുമ്പോ ഭയ്യ പോകുമ്പോ കൈയെല്ലാം മുത്തണമെന്ന് ആവില്ലേ ഇപ്പൊ മനസ്സിൽ ഇല്ലേ? തെല്ല് ഒരു 4-5 നണ്ടൊട്ടിക്ക് തേക്കണം അപ്പുറം നിക്ക് കൈ മുത്തണ കൊത്തണ. കൽബ് നന്നാണോ? പൊറല്ല, കൽബ് ഹൃദയം. അള്ളാഹു മഹാന്മാരെ ബർക്കത്തുകൊണ്ട് മുഅ്മിനീങ്ങളാകുന്ന ഈ നല്ല മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി തങ്ങളെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളെ കൽബ് നന്നാക്കി തരട്ടെ. ഞങ്ങളെ അമല് അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ ഇൽമ് അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ